തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി Radio Rang, color your life. നമസ്കാരം, അസ്സലാമു അലൈക്കും. ബഹ്റിനിലെ ലോകത്തിൻ്റെ എല്ലാ ദിക്കിലുമുള്ള റേഡിയോ രംഗിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക്, പ്രിയ പ്രേക്ഷകർക്ക് റേഡിയോ രംഗിൻ്റെ ഈ പരിപാടിയിലേക്ക് സുസ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസമായി ബഹ്റിൻ ജനതയിൽ, പ്രവാസി ലോകം മുഴുവനും ദുഃഖത്തിലാണ്ട് കിടക്കുകയായിരുന്നു. ബഹ്റിൻ പ്രധാനമന്ത്രി ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫ ലോകത്തോട് വിട പറഞ്ഞ് അതിൻ്റെ ദുഃഖത്തിലായിരുന്നു നാം എല്ലാവരും. അതിനുശേഷം എല്ലാ ലൈവ് ഷോകളും റേഡിയോ രംഗടക്കം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പരിപാടി അശരണരുടെ നന്മമരം എന്ന ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മുൻ ബഹ്റിൻ പ്രധാനമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. ഇവിടെ എന്നോടൊപ്പം ബഹ്റിനിലെ അറിയപ്പെടുന്ന രണ്ട് സാമൂഹ്യ പ്രവർത്തകരാണുള്ളത്. ശ്രീ സുബൈർ കണ്ണൂർ, പ്രവാസി, നമുക്കെല്ലാവർക്കും അറിയാം, പ്രവാസി കമ്മീഷൻ അംഗവും കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവാസികൾക്ക് വേണ്ടിയുള്ള നോമിനിയുമായ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുള്ള അവാർഡുകൾ അടക്കം ഏറ്റുവാങ്ങിയ ശ്രീ ബഷീർ അമ്പലായി, അദ്ദേഹവും ഈ ഷോയിൽ നമ്മളോടൊപ്പം എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇന്ന് ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം എന്ന നന്മ മരത്തെക്കുറിച്ച് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കിടക്കാം. പ്രിയപ്പെട്ടവരെ, ബഹ്റിനിലെ നന്മ മരം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ എല്ലാവരും പറയുന്ന ഒരു മരമുണ്ട്, അത് ട്രീ ഓഫ് ലൈഫാണ്. എന്നാൽ പ്രവാസികൾക്കിടയിലെ നന്മ മരം ഏതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം. നിരവധി പ്രവാസികൾ അടങ്ങുന്ന, രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാത്തവരുടെ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, എന്നാൽ ഈ ഗ്രൂപ്പിലെത്തുമ്പോൾ എല്ലാവരും രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒത്തൊരുമിക്കുന്ന ബഹ്റിൻ പ്രവാസ ലോകത്തെ ഒരേ ഒരു ഗ്രൂപ്പാണ് ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം. ഇതിൻ്റെ രണ്ട് അമരക്കാരാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ച ശ്രീ സുബൈർ കണ്ണൂരും ബഷീർ അമ്പലായി. നമുക്കറിയാം, എല്ലാവരും നമ്മൾ കോവിഡ് എന്ന മഹാമാരിക്കിടയിൽ ആശങ്കയോടെ നിന്നപ്പോൾ എല്ലാവർക്കും സാന്ത്വനമേകി നമുക്കൊരു രക്ഷിതാവ് ഉണ്ട് എന്ന് തോന്നിപ്പിക്കൽ ഉണ്ടായത് BKSF എന്ന നന്മമരം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രവാസികൾക്കിടയിൽ, പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ മാത്രമല്ല, പ്രവാസ ലോകത്തെ ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും അതിർത്തിയുടെ അതിർവരമ്പുകൾ അതിലംഘിച്ചൊഴുകുകയായിരുന്നു ഈ നന്മ മരത്തിൻ്റെ സ്നേഹവായ്പ്. സ്വാഗതം ചെയ്യാം ഈ രണ്ടുപേരെയും, ഇതിൻ്റെ ഈ BKSFന്റെ സാരഥികളായ രണ്ടുപേരെയും ഈ ഷോയിലേക്ക്. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, കോവിഡ് കാലത്തെ മാത്രമല്ല, 4 വർഷത്തോളമായി ഈ നന്മ മരം ഇവിടെ പൂത്തു നിൽക്കുകയാണ്. അപ്പോൾ ഈ വർഷങ്ങളിലേക്ക് പ്രവർത്തനം ഒരുമിച്ച് പറയുക എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കാനോ 1 മണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്നതോ അല്ല. എങ്കിൽ പോലും അതിൻ്റെ സംക്ഷിപ്തമായ ഒരു ചെറിയ വിവരണം നമുക്ക് എല്ലാവരിലേക്കും പങ്കുവയ്ക്കണമെന്ന് റേഡിയോ രംഗിൻ്റെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിക്ക് ഇന്നിവർ തിരക്ക് പിടിച്ച പല പ്രവർത്തനങ്ങൾക്കിടയിൽ ഇന്നിവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഗതം സുബൈർക്ക്. ബഷീർ, എന്തൊക്കെയുണ്ട്? വളരെ ഇന്നും നല്ല തിരക്കായിരിക്കും അല്ലേ? എല്ലാ ദിവസവും തിരക്ക് തന്നെയാണ്.
പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒഴിവ് ദിവസം എന്ന് നമുക്കൊന്നും പറയാനില്ല എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പം കഴിഞ്ഞ 3-4 ദിവസമായി ആദരണീയനായ ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നമ്മുടെ കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടതിന് തുല്യമായിരുന്നു ബഹ്റൈനിന്റെ. ആ ദുഃഖത്തിലാണ് നമ്മളെല്ലാവരും. കാരണം നമുക്കൊരു താങ്ങ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എല്ലാ പ്രവാസി സമൂഹത്തിനും, സ്വദേശികൾക്കും വിദേശികൾക്കും എല്ലാവർക്കും ആ തോന്നലിന് എന്തോ ഒരു വിഘാതം വന്നതുപോലെയാണ്. അപ്പൊ ആ ദുഃഖത്തിലായിരുന്നു നമ്മളെല്ലാവരും. അതിൽ നിന്നിങ്ങനെ നാട്, ഈ രാജ്യം മോചിതമായി വരുന്നേ ഉള്ളൂ. ഏതായാലും ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേർന്നു എന്നുള്ളത് നിങ്ങൾ ആമുഖമായി പറഞ്ഞു കഴിഞ്ഞു. ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈനും നമുക്ക്, അതായത് വലിയ ഈ പ്രവർത്തനത്തിന് വലിയ ഒരു മുതൽക്കൂട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒക്കെ പ്രവർത്തനം. അതൊരു മാതൃകാപരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനുള്ളൂ. ബഷീർജി, എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതേപറ്റി? ആദ്യമായി ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് ഏറെ ആദരണീയനും അതോടൊപ്പം കൂടെ ചേർത്ത് വെച്ച ഒരു വലിയ മനുഷ്യനാണ് ഷെയ്ഖ് ഖലീഫ. അദ്ദേഹത്തിൻ്റെ വേർപാട് അത് എത്ര തന്നെ നമ്മൾ സംസാരിച്ചാലും മതിയാവുകയില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ BKSFന്റെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയും ഞങ്ങളുടെ സ്വന്തം പേരിലും അർപ്പിക്കുന്നു. അതിൽ തീർച്ചയായും ഇന്ന് ഇങ്ങനെയൊരു വേദി ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ BKSFന് വേണ്ടി ഇവിടെ അർപ്പിച്ച റേഡിയോ രംഗിന്, പ്രത്യേകിച്ച് രാജീവിൻ്റെ ഈ ഒരു വലിയ മാറ്റത്തിനും ഞങ്ങളെ വലിയ രീതിയിൽ ഇവിടെ എത്തിച്ചതിനൊക്കെ ഞങ്ങളുടെ കടപ്പാട് നന്ദി അർപ്പിക്കുന്നു. ഞാനടക്കമുള്ള ഒരു കൂട്ടായ്മ എന്നതിൽ തന്നെ എനിക്ക് വളരെ അഭിമാനവും സന്തോഷമുണ്ട്. എന്തായാലും ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിൽ ഒരു ഭാഗമാക്കി പലപ്പോഴും ഇടയ്ക്ക് വന്ന് എത്തി നോക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ പോലും നമുക്ക് അതിന്റെ ശക്തി എന്താണ്, അതിന്റെ പവർ എന്താണെന്ന് എപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊരു ഈ ഒരു കൂട്ടായ്മ രൂപമെടുത്തത്? ബഷീർ ഒന്ന് പറയാമോ? ഇത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഓരോ സംഘടനക്കും അവരുടേതായ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അത് രാഷ്ട്രീയത്തിനും മറ്റു മതചിന്തകൾക്കും മറ്റു സാമൂഹ്യ സംഘടനകൾക്കൊക്കെ ഉപരിയായിട്ട് എല്ലാവരെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ബഹ്റൈനിലെ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സാമൂഹ്യ സേവന മേഖലയിലുള്ളവർ, കച്ചവട മേഖലയിലുള്ളവർ, ആതുരാലയങ്ങളിലുള്ളവർ, ഇവിടെയുള്ള പിന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലുള്ളവർ എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മുടെ ഓരോ വിഷയങ്ങളും അതിൻ്റെ പൾസ് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ ഒരു തുടക്കം എന്നതിൽ 4 വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു സോഷ്യൽ ഫോറം തുടങ്ങിയത്. പക്ഷേ ഈ കോവിഡ് മഹാമാരിയിൽ ഇത് വലിയ രീതിയിൽ നമുക്ക് സഹജീവികൾക്ക് സഹായം ചെയ്ത് കഴിയാൻ പറ്റുമെന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് നമുക്ക് ഈ ഒരു BKSFന് കൊണ്ട് കിട്ടിയത്. തീർച്ചയായും. സുബൈർക്ക, ഈ ഒരു ഗ്രൂപ്പിലേക്കുള്ള വരവ് എങ്ങനെയായിരുന്നു? അല്ല, ഒരു രണ്ടുപേരും ചേർന്നാണോ ഇത് ഉണ്ടാക്കിയത്? എങ്ങനെയാണത്? ഇത് നമ്മളെ രണ്ട് വ്യത്യസ്തമായ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായും എല്ലാവർക്കും അറിയാം, ബഹ്റൈനിലെ ഒട്ടുമുക്കാൽ അറിയാം. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും, ചില ആളുകൾ നമ്മളെ വിശേഷിപ്പിക്കുന്ന കരുണാകരൻ നായനാർ എന്നൊക്കെ ചില ആളുകൾ വിശേഷിപ്പിക്കാൻ, കാരണം രാഷ്ട്രീയത്തിൽ അതിപ്രസരം നിലനിൽക്കുമ്പോഴും വ്യക്തിബന്ധങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ സഹോദര തുല്യമാണ് ജീവിച്ചു പോകുന്നത്. ഇതില് അഷണനുടെ നന്മ മരങ്ങൾ എന്നാണ് റേഡിയോ റംഗിന്ന് വിഭാവനം ചെയ്ത ഈ പേര്. വളരെ സക്സസ്ഫുള്ളായ ഒരു പേര് തന്നെയാണ്. അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞു. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു അനുഭവം, ഞാൻ കഴിഞ്ഞ 10-28 വർഷമായി സാമൂഹ്യ മേഖലയിൽ നിൽക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ട് എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ അതിന് ആരും ഇഷ്ടപ്പെടാത്തൊരു മേഖലയും കൂടിയാണ്. മോർച്ചറി വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ 2006 വർഷം കൃത്യമായിട്ട് 2006 ആയിരിക്കുന്ന വിചാരിക്കുന്നത്, നമ്മുടെ ഇവിടെ ഒരു റോയൽ ടവർ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയിലെ ഒരു സ്വകാര്യ കമ്പനിയാണ്. അവിടെ തൊഴിലാളികൾ, ഒരു 24ഓളം തൊഴിലാളികൾ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം ബന്ധു മരിച്ചു. ഇതാ ഈ നമ്മുടെ ഗുദേബിയ ഹൂറ പരിസരത്താണ്. സ്വാഭാവികം അന്നൊക്കെ
ജനകീയ അംബാസഡർ ആയിരുന്നു അന്ന് നമ്മുടെ ഒരു നാഥൻ എന്ന് പറയുന്ന അംബാസഡർ ആണല്ലോ. തീർച്ചയായിട്ടും ബാലകൃഷ്ണ ഷെട്ടി എപ്പം നമ്മുടെ പ്രവാസി സമൂഹം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടേണ്ട ഒരു പേരാണത്. ഷെയ്ഖ് ഖലീഫാനെ പോലെ തന്നെ. കാരണം ഇന്ത്യക്കാരുടെ യശസ് വാനോളം ഉയർത്തിയൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ അദ്ദേഹം വിതിൻ അരമണിക്കൂർ കൊണ്ട് സെക്കൻഡ് സെക്രട്ടറിയെ കൂട്ടി അന്ന് മോർച്ചറി വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നുള്ള നിലയിൽ എന്നെയും കൂടി അതിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ പോയി അപ്പം കാണുന്ന കാഴ്ച അത്രയും ഭീകരമായിരുന്നു. ആ ഭീകരതയെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വല്ലാത്തൊരു വിഭ്രാന്തിയായിരുന്നു. അപ്പൊ ആ ഉടനെ തന്നെ അദ്ദേഹം ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ, അപ്പം നമ്മുടെ നാടെന്ന് പറയുമ്പോൾ കേരളം ഇന്ന് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്നത്, ആ അതിഥി തൊഴിലാളികളെ പോലെ തന്നെയാണ് നമ്മൾ ഇവിടുത്തെ പ്രധാനമന്ത്രി അന്ന് അതിനെ കണ്ടത്. വളരെ കൃത്യതയോടുകൂടി ഒരു ഇടപെടുന്ന വിതിൻ 4 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിന്റെ സന്നാഹങ്ങളൊക്കെ ആയിട്ട് വരികയും നമ്മുടെ 24 പേരടങ്ങുന്ന ഈ ചാമ്പലായ നമ്മുടെ സഹോദരന്മാരുടെ മൃതദേഹം വളരെ കിട്ടുന്ന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കും വലിയ സംഭാവനയാണ് ചെയ്തത്. അപ്പൊ അതാണ് അദ്ദേഹത്തെ അന്നാണ് ആദ്യമായി നേരിൽ കാണാനും അദ്ദേഹവുമായിട്ട്, അതായത് ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വന്ന പ്രവാസ മേഖലയിൽ വന്ന ആ പ്രധാനമന്ത്രിയെ കാണുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സാമൂഹ്യപരമായ ഇടപെടൽ ഒരു വലിയ നന്മമരം തന്നെയായിരുന്നു. അതിൽ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് ഒരു ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെയാണ് ഞാനും ബഷീറും തമ്മിൽ, അതായത് ഇവിടെ ബഹ്റൈനിലെ മറ്റ് GCCകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയുണ്ട്. അതായത് എന്താണ് മറ്റ് GCCയിൽ ഇപ്പം ബഷീർ അമ്പലായി പറഞ്ഞ പോലെ തന്നെ അവരവരുടേതായ തീർച്ചയായിട്ടും നിരവധി അതെ അതിന്റെ ഒരു പ്രത്യേകത ബഹ്റൈനില് കക്ഷി രാഷ്ട്രീയത്തിലും ജാതി ചിന്ത നമുക്ക് എവിടെ സഹജീവികളുടെ കൈത്താങ്ങായി ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി കഴിയും. അതിന് എന്ത് നമുക്ക് ആശയാഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കണേലും അതിന് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മുടെ ഈ കൂട്ടം ബഹ്റൈൻ കേരള സോഷ്യൽ ഫ്രണ്ട്. പക്ഷെ അതിൽ സമർപ്പിതമായ 10-32ഓളം നമ്മുടെ കൂടെ, അതായത് 24 മണിക്കൂറും ഒരു ആത്മീയത എവിടുന്നാണ്. ഇപ്പൊ ഞാൻ വിളിച്ചാലും ബഷീർ അമ്പലായി വിളിച്ചാലും നമ്മുടെ കൺവീനർ ആരിസ് പഴയങ്ങാടി വിളിച്ചാലും നജീബ് കടലായി വിളിച്ചാലും ഉടൻ തന്നെ ഓൺ ദ സ്പോട്ടിൽ ഇതിപ്പോ നമ്മളൊരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു പുതിയ ഒരു ടാക്സി സംവിധാനമില്ലേ, വിളിച്ചെടുത്ത് വിളിപ്പുറം എന്ന് പറയുന്നത് പോലെ അത് സിസ്റ്റത്തിൽ നോക്കണം. അതുപോലെയാണ് ഓൺ ദ സ്പോട്ടിൽ ആരാണ് ഉള്ളത് അവരത് കൈകാര്യം ചെയ്യും. നമ്മുടെ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, ആരെങ്കിലും നമ്മളിപ്പോ എന്നെ വിളിച്ചാലും ഞാൻ പറഞ്ഞില്ല ബഷീർ അമ്പലി, നമ്മൾ അപ്പം തന്നെ അത് ഗ്രൂപ്പിൽ പറയുന്നതിനോട് കൂടി തന്നെ നടപടി തുടങ്ങുകയാണ്. എത്ര കമ്മിറ്റികളുണ്ട്? അതിന് സബ് കമ്മിറ്റികളുണ്ട്. BKSF ഒരു മെയിൻ ഗ്രൂപ്പും പിന്നെ അതിന്റെ ഒരു എക്സിക്യൂട്ടീവ് ആണ് ഉള്ളത്. ആ എക്സിക്യൂട്ടീവ് ഞങ്ങള് കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈൻ ടീമാണ്. അത് വളരെ സ്ട്രോങ് ഗ്രൂപ്പാണ്. കാരണം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ സുബൈർ ഭായി പറഞ്ഞ പോലെ തന്നെ ഓൺ സ്പോട്ടിൽ ആ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്തുകൊണ്ട് അപ്പോഴപ്പോൾ തീർക്കുക, അത് പിന്നീട് വെക്കുന്നത്. പക്ഷെ ഗ്രൂപ്പിലുള്ളവർ തന്നെ പലപ്പോഴും നമുക്ക് ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പല സഹായങ്ങളും ഓൺ ടൈമിൽ കിട്ടുന്നുണ്ട്. അതും വലിയൊരു ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പൊ കേരളത്തില് രാഷ്ട്രീയപരമായി നിങ്ങൾ രണ്ടുപേരും 2 ചേരിയിലാണെന്നറിയാം. രാത്രി മുഴുവൻ ഇരുന്ന് രാഷ്ട്രീയ ഭയങ്കര വാക്ക് തർക്കങ്ങളായിരിക്കും. പക്ഷെ രാവിലെയാണ് എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രവാസിയെ സംബന്ധിച്ച്, കഴിഞ്ഞ ദിവസം എനിക്ക് മനസ്സിലായി, പെട്ടെന്ന് ഒരു മാനസിക നില തെറ്റിയ ഒരാളെ കുറിച്ച് ഇട്ടപ്പോൾ അതിനുശേഷം രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഓഫാക്കുകയും പിന്നെ എല്ലാവരും ഒരേ മനസ്സോടെ അതിന് പിറകെ പോയി. തൊട്ട് മുമ്പ് വരെ രാഷ്ട്രീയം പറഞ്ഞ പരസ്പരം ശരിക്കും പറഞ്ഞാൽ അടിയോടെ നിൽക്കുന്ന ഒരു സംഭവം വരെ ഉണ്ട്. വാക്കുകൊണ്ടുള്ള അടിയാണ് കേട്ടോ. അപ്പൊ അത്തരം സംഭവങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറ്റിവെക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ 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 ഒരു മാതൃകാപരമായ ഒരു കാര്യമാണ്. അപ്പൊ രാഷ്ട്രീയം എല്ലാറ്റിനും അപ്പുറത്താണ് രാഷ്ട്രീയം എന്ന് തന്നെയാണ് ഇതിന്റെ ഒരു ഉദാഹരണമായി. പക്ഷെ രാഷ്ട്രീയം ഇല്ലാതെ ഒരു തരത്തിലും പ്രവർത്തിക്കാനും നമുക്ക് കഴിയുന്നില്ല എന്നതും കൂടി നമുക്കൊരു ജനാധിപത്യ രാജ്യത്ത് നിന്ന് വരുന്ന നമ്മളായതുകൊണ്ട് തീർച്ചയായും രാഷ്ട്രീയം ഉണ്ടായേ പറ്റൂ എന്ന നിലയിലാണ് അല്ലെ. അപ്പൊ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് വളരെ ഒരു നാട്ടിൽ കാണാത്തൊരു സിറ്റുവേഷനാണ്. തീർച്ചയായും അത് BKSFന്റെ ഏറ്റവും വലിയ പ്രസക്തിയും അത് തന്നെയാണ്. കാരണം പല കാര്യങ്ങളും രാഷ്ട്രീയം ഒരു മെയിനായിട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, അതിന് ലിമിറ്റുണ്ട്. അതിലിപ്പോൾ എല്ലാ വിഷയങ്ങളും നമ്മളതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പൊതു കാര്യം വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അത് അപ്പോഴപ്പോൾ തീർക്കുവാനുള്ള നല്ലൊരു പ്രവർത്തനമാണ് അതിൽ മുന്നോട്ട് പോകുന്നത്. കൂടാതെ
ഒരു വിഷയം എപ്പോഴും ബഹ്റൈനിൽ ആദ്യം അറിയിക്കുന്നത് പലപ്പോഴും ഈ BKSF എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു കാര്യം. മാധ്യമങ്ങൾ പോലും പലപ്പോഴും BKSFനെ ആശ്രയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും നൌഷാദ് പൂനൂർ, ഫസൽ ഉൽ ഹക്ക്, ശ്രീജ ശ്രീധരൻ, രേഷ്മ രാജൻ, ബാബന JB, സലിം നമ്പ, ഫാത്തിമ ഷഫീഖ്, നബീൻ അൻസാരി, മീന കുമാർ, രഘു DP, സോഹിച്ചൻ ചെന്നാട്ടുശ്ശേരി, അൻവർ കണ്ണൂർ എന്നിവരൊക്കെ പരിപാടി കണ്ടുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ്. ഏതായാലും നമുക്ക് നിരവധി പേർ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, BKSFന്റെ ഗ്രൂപ്പിൽ തന്നെ നിരവധി പേർ നമ്മുടെ ഈ ഷോ കണ്ടുകൊണ്ട് നമ്മളെ പരിപാടിയിലേക്കും കൂടി കടന്നു വരാൻ ഇരിക്കുകയാണ്. നമുക്ക് സ്വാഗതം. ഇപ്പോ ആരാണ് ആദ്യം ഇവിടെ എത്തിയിട്ടുണ്ട്? ഫസൽ ഉൽ ഹക്ക്. ഫസൽ, അദ്ദേഹത്തിന് എന്തോ സംസാരിക്കാനെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ് ഫസലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഫസൽ, നമ്മുടെ ഫസൽ ഹക്ക് നമുക്ക് അതായത് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കാരണം ഈ പ്രവർത്തനം നമ്മള് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈൻ തുടങ്ങി. ഞാനും അമ്പലായി അത് ആലോചിച്ചു. തുടങ്ങിയ ഉടനെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു വിഷയം, അന്ന് ബഹ്റൈനിൽ എല്ലാവരും വിറങ്ങലിച്ച് നിന്നായിരുന്നു. കാരണം ചൈനയിൽ നിന്നും ആദ്യമായി ബഹ്റൈനിൽ എത്തി എന്നറിഞ്ഞല്ലോ. കോവിഡ് മഹാമാരി ബഹ്റൈനിലെത്തി. ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ അറിയാലോ, അത് വലിയ മാനസിക സംഘർഷവും അതുപോലെ തന്നെ സമൂഹം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് എങ്ങനെ നമുക്ക് ആളുകളെ സഹായിക്കാൻ വേണ്ടി കഴിയുന്നു, ഒരു ലൈവ് ഭക്ഷണ പരിപാടി എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളെ ഗ്രൂപ്പിൽ ആലോചിച്ചു. ഞാനും അമ്പലായി ആലോചിച്ചപ്പോൾ ആരെ സമീപിക്കണം. അപ്പൊ ഞാൻ ഫസൽ ഹക്കിനോട് ഒരു നിർദ്ദേശം ഫസൽ ഹക്കിനോട് മുമ്പോട്ട് വെച്ചു. ഒരു 50 ഭക്ഷണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം എവിടെയെല്ലാം ആളുകൾ ഭക്ഷണമില്ലാതെ കഴിയുന്നു. നമ്മുടെ കണക്കിൽ തന്നെ ഒരു 10-15 ആൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെ നോർമലായിട്ട് നിൽക്കുന്ന സമയം തന്നെ. അപ്പൊ ഈ സമയത്തും കൂടി എങ്ങനെ നമ്മൾ ഇത് കൈകാര്യം ചെയ്യും? ഹോട്ടലുകളെല്ലാം അടക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അപ്പൊ തന്നെ അദ്ദേഹം ഒരു 50 ഭക്ഷണം ഏർപ്പാട്, ഞാൻ 50 ഭക്ഷണം എന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ ഒരു ദിവസം 50 തൊട്ട് അത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇപ്പോഴും അത് 50 തുടങ്ങി 5000 പേര് എത്തി. അത് ഇപ്പോഴും ആ 15 ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വോളണ്ടിയർമാരെ സംബന്ധിച്ച്. ലൈവ് ഫുഡ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫസലിനെ സ്വാഗതം ചെയ്യാം. ഹായ് റേഡിയോ റംഗ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബഷീർ അമ്പിളായ്, മിസ്റ്റർ സുബൈർ, ഹൗ ആർ യു? ഓക്കെ, നിങ്ങളുടെ നേതൃത്വത്തിലുള്ള ഈ BKSF എന്ന സംഘടനയുമായി പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭങ്ങൾ പലതും ഉണ്ടായിരുന്നു. നിങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ വളരെയധികം നല്ല കാര്യങ്ങൾ, പല രീതിയിലുള്ള കാര്യങ്ങളും പല ദേശക്കാർക്കും പല ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കാൻ ഈ സംഘടനയിലൂടെ കഴിയുന്നു എന്നുള്ളത് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ചെയ്ത കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിരവധിയുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പല രാഷ്ട്രീയ പാർട്ടികളുടെയും പല സാമൂഹ്യ സംഘടനകളുടെയും പല മതസംഘടനകളുടെയും ഒരു ഏകോപനത്തോടെ കൂടെയുള്ള നിങ്ങളുടെ ഈ BKSF എന്ന സംഘടന അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മ, ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ പരിധിക്കപ്പുറമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലുള്ള ഭൂരിഭാഗം മെമ്പർമാരും ആരെങ്കിലൊക്കെ ഒരാളായി ജനങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടിനെ വേണ്ട രീതിയിൽ അതാത് സമയങ്ങളിൽ കാണുവാനും ഗ്രൂപ്പിലൂടെ കാണുവാനും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് യഥാസമയം ചെയ്തു കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഒരു പ്രത്യേകത. ആരുടെയും പ്രത്യേകം അനുവാദമോ പെർമിഷനോ ഇല്ലാതെ സഹജീവികളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അതിന് അഡ്മിന്മാരായ നിങ്ങൾ രണ്ടുപേരും വളരെയധികം നല്ല പിന്തുണയാണ് നൽകുന്നത്. അതിലും ചാരിതാർത്ഥ്യമുണ്ട്. എനിക്കും ഈ സംഘടനയുമായി സഹകരിക്കുവാനും പല കാര്യങ്ങളും പറയുകയാണെങ്കിൽ ഇവിടെ സമയം മതിയാവില്ല, ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ എനിക്ക് എന്നെ റെഫർ ചെയ്യുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ രാജീവ് വള്ളിക്കോത്തും തന്നെ പല കാര്യങ്ങൾ വരുമ്പോൾ പേഴ്സണലായി എന്നെ നേരിട്ട് വിളിക്കാറുണ്ട്. അതിപ്പോൾ ഇന്നലെയും വിളിച്ചിട്ടുണ്ട്, മിഞ്ഞാന്നും വിളിച്ചിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ ഓരോരുത്തരുടെയും. ഏതായാലും റേഡിയോ റംഗിനും ഈ ഇത്തരത്തിൽ BKSFനെ പൊതുമധ്യത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച റേഡിയോ റംഗിനും രാജീവ് വള്ളിക്കോത്തിനും പ്രത്യേകം നന്ദി.
രേഖപ്പെടുത്തുകയാണ്. നന്ദി, നമസ്കാരം. ഫസൽ ഭായിയാണ്. നന്ദി ഫസൽ. ബഷീർ, എന്താണ് ഫസലിനെ കുറിച്ച്? ഫസൽ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അല്ലേ? സുബൈയുടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ ഇപ്പോൾ സുബൈർ ഭായി പറഞ്ഞ പോലെ ഈ 50 ഫുഡ് 5000 വരെ ആയി. അതുകൂടാതെ കഴിഞ്ഞ റംസാൻ മാസത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ എയർപോർട്ടിലും നല്ല രീതിയിലുള്ള ഒരു വലിയ സഹകരണമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും, അത് ഇന്ത്യക്കാരെന്നല്ല, അതിപ്പോൾ മറ്റ് രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ അദ്ദേഹം അവിടെ ക്യാപ്റ്റനായിട്ടുള്ള സമയത്ത് നല്ല രീതിയിലുള്ള ഒരു മഹത്തായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പല സമയത്തും BKSF ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്കും മുൻകൂട്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേണുഗോപാലൻ നായർ വാച്ചിങ്. രാഹുൽ DP ബഹറിലെ 2 നന്മമരങ്ങളെ നിങ്ങൾക്ക് 1000 ആശംസകൾ നേരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. അനസ് റഹീം KYL IYCC കൊയിലം എന്നാണ്, എന്താണ് കൊല്ലമാണ്, എന്താണ് അറിയില്ല. മുനീർ അബ്ദുള്ള ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് കേട്ടോ, സോറി പലരെയും വിട്ടുപോയിട്ടുണ്ടാകും. ഇവരൊക്കെ നമ്മുടെ ഗ്രൂപ്പിലെ സജീവ സാന്നിധ്യങ്ങളാണ്. അതെ അതെ അതെ. മണിക്കുട്ടൻ കൺഗ്രാജുലേഷൻസ് BKSF എന്ന് പറയുന്നത്. BKSFന്റെ പ്രവർത്തകരും ഒരുപാട് പേർ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. സാലിം നമ്പ്ര. അതിനിടെ ഇന്ന് പറയാനുള്ളത്, ഞാൻ പലരെയും ഇന്ന് ആശംസകൾ അറിയിക്കാൻ വിളിച്ചു. നമ്മുടെ BKSF ഗ്രൂപ്പിലെ പലരെയും എനിക്ക് കിട്ടിയില്ല. മാത്രമല്ല വിളിച്ചവര് ചിലതൊക്കെ സമയദൈർഘ്യം കൊണ്ടൊക്കെ ചിലപ്പോ ഇനി ഇത് പ്ലേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും പരമാവധി ഈ മണിക്കുട്ടനെ പറഞ്ഞ സമയത്ത്, ഈ കോവിഡ് മഹാമാരിയുടെ ആ സമയത്ത് നമുക്ക് എവിടെയാണ് മറ്റേ ഈ കൊറോണയുടെ ടെസ്റ്റുകൾ എന്നുള്ളത് ഞങ്ങൾ അദ്ദേഹത്തിന്റെ പേര് തന്നെ ഡോക്ടർ മണിക്കുട്ടൻ എന്നാക്കിയിട്ടുണ്ടായി. എന്നാൽ ഡോക്ടർ മണിക്കുട്ടനെ നമുക്ക് സ്വാഗതം ചെയ്താലോ? മണിക്കുട്ടൻ എന്തായാലും മണിക്കുട്ടനെ ഇവർ ഈ നന്മമരങ്ങൾ ഡോക്ടറേറ്റ് ആണ് നൽകിയത്. അതായത് ബഹ്റൈനിലെ ഏത് ഭാഗത്താണോ കോവിഡ് ടെസ്റ്റ് ഇന്ന് നടക്കുന്നത്, അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അത് മുൻകൂട്ടി ആളുകളെ അറിയിക്കുക. അന്നൊക്കെ വലിയ ആളുകളുടെ മാനസിക നില അങ്ങനെയായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് തൊണ്ടവേദന ഇല്ലാത്തവർക്ക് തൊണ്ടവേദനയായിട്ട് തോന്നുന്നു. എങ്ങനെ ടെസ്റ്റ് ചെയ്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയും, എങ്ങനെയാണ് ഞാൻ ഇത് ദൂരീകരണം നടത്താൻ വേണ്ടി കഴിയുക എന്ന് നോക്കുമ്പോൾ ഉടനെ നമ്മുടെ ഗ്രൂപ്പിലൂടെയാണ് ഈ കാര്യങ്ങൾ ഔദ്യോഗിക ലെവലിൽ വരുന്നതിന് മുമ്പ് തന്നെ ഗ്രൂപ്പിൽ അറിയിക്കും. ഇങ്ങനെ അതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ആളാണ് വഹിച്ച ആളാണ് മണിക്കുട്ടൻ. ഇന്നും അതിന്റെ ഇപ്പം ആതുര രംഗത്തുള്ള ആളുകളെ നമ്മൾ ആദരിച്ചു. അതും ബഹ്റൈനിൽ ആദ്യമായിട്ട് BKSF. ഇങ്ങനെ അത് എന്ന് പറഞ്ഞാൽ ഈ മഹാമാരി കാലത്ത് ക്യാമ്പുകളിൽ കുടുംബങ്ങളും സുഹൃത്തുക്കളൊക്കെ വല്ലാത്ത രീതിയിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും അവരെ ഒരു ആശ്വാസ വാക്ക് എവിടുന്നാണ് ലഭിക്കുന്നത്? ഈ 24 മണിക്കൂർ PP കിറ്റ് ലഭിച്ച നമ്മുടെ സഹോദരന്മാരായ സഹപ്രവർത്തകര് അവരാണ് ഇവരെ നോക്കുന്നത്. അപ്പൊ അവരെ എങ്ങനെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ പറ്റും എന്ന് നമ്മുടെ ചിന്താഗതിയിൽ നിന്ന് വന്നതാണ്. അതാണ് നമ്മളെ ബഹുമാനപ്പെട്ട MPന്റെ പേര് മറന്നുപോയി, ബന്നായി അല്ലേ, അതിലെ MP. അപ്പൊ അദ്ദേഹം നേരിട്ട് വന്നു. ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം നമ്മുടെ നജീബ് കടലായി ആണ് അതിന്റെ കൺവീനറായിട്ട് അതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത്. അപ്പൊ സ്വാഗതം മണിക്കുട്ടൻ. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ബഷീർ അമ്പലായി, സുബൈർ കണ്ണൂർ, BKSF കമ്മ്യൂണിറ്റി ഹെൽപ്പ് മെമ്പേഴ്സ് ആൻഡ് BKSF കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. 4 വർഷമായിട്ട് ബഹ്റൈനിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ വഴി ഈ BKSF പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് വരികയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് 2019 കോവിഡ് എന്ന ഒരു രോഗം ചൈനയിൽ കണ്ടുപിടിക്കുകയും അത് പല രാജ്യങ്ങളിലും പകർന്ന സമയത്ത് ബഹ്റൈനിൽ മാർച്ച് മാസമാണ് ഒരു സ്വദേശിയുടെ നിന്ന് ഇങ്ങനെ ഒരു കോവിഡ് വന്നിട്ടുണ്ടെന്നും നമ്മുടെ ബുക്വാര കാനു സെൻറ്ററിൽ ചെക്ക് ചെയ്തപ്പോൾ കോവിഡ് എന്ന് ഒരു മാരമായ രോഗി ഇവിടെ പകർന്നിട്ടുണ്ടെന്നുള്ളതും അത് കേട്ടപ്പോൾ പല ആൾക്കാർക്കും ഒരുപാട് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ BKSF എന്ന കൂട്ടായ്മ, ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാവരും കൂടി ചേർന്ന് ലൈവ് ഫുഡും
ജോലി ചെയ്ത സ്ഥലത്ത് ഷോപ്പുകൾ അടയ്ക്കും, പല നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നപ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഇല്ലാത്തപ്പോൾ ഫുഡ് കിറ്റ് കൊടുക്കും. ഏത് രാത്രിയിലും ഒരു പോസിറ്റീവ് ആയ ആളിൻ്റെ ബിൽഡിങ് ലോക്ക്ഡൗൺ ആക്കുമായിരുന്നു. ആ സമയത്ത് അവർക്ക് പുറത്ത് പോയിട്ട് വെള്ളം എടുക്കാനും പറ്റത്തില്ല, എന്നാൽ വെള്ളം പോലും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മുടെ BKSFലെ വാലണ്ടിയേഴ്സ് തന്നെയാണ് പോയിട്ട് ആ പോലീസുകാരോട് സംസാരിക്കുകയും അവർക്ക് വെള്ളം കൊടുക്കുകയും ആ ഒരു ഉള്ളിലുള്ള ക്യാൻ വെളിയിലോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ക്യാനുകൾ കൊണ്ട് വെള്ളം നിറപ്പിക്കുകയും ടാങ്കർ വഴി വെള്ളം കൊണ്ട് നിറപ്പിക്കുകയും അങ്ങനെ പല പല കാര്യങ്ങളും ഈ കോവിഡ് മാറിയ സമയത്ത് BKSFന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മയുടെ കൂടെ എനിക്ക് പങ്കുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ കോവിഡ് ആയ ആൾക്കാരെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവരെ ചെക്കപ്പിന് കൊണ്ടുപോകാനായിട്ട് ഒരു ഡ്രൈവറും ഇല്ല ആ റൂമിലുള്ള ഡ്രൈവറായ പോലും കൊണ്ടുപോകാൻ മടിക്കുന്ന സമയത്താണ് നമ്മുടെ BKSFൻ്റെ കൂട്ടായ്മയിൽ, വാട്സപ്പ് കൂട്ടായ്മയിൽ പൊതു ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് അംഗം തന്നെയാണ് നമ്മുടെ ഫ്രാൻസിസ് കൈതാരം സാർ വണ്ടി ഓഫർ ചെയ്യും. ആ വണ്ടി നമ്മുടെ BKSF കമ്മിറ്റിയിൽ സംസാരിക്കും, കമ്മ്യൂണിറ്റി ഗൾപ്പിൽ സംസാരിക്കും. അത് നമ്മൾ ഏറ്റെടുക്കും. അതിൻ്റെ മിനിസ്ട്രിയിൽ നിന്ന് അപ്രൂവ്ഡ് വാങ്ങിക്കും. ആ അപ്രൂവ്ഡ് വാങ്ങിച്ച വണ്ടി വെച്ച് പല ആൾക്കാരെയും ടെസ്റ്റിന് ഫ്രീ സർവീസായിരുന്നു കൊണ്ടുവരികയും ചെയ്തുകൊണ്ടിരുന്നത്. പല ഫാമിലികളും കൊണ്ടുപോയിട്ടുണ്ട്. അവരും ഇപ്പോഴും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ സമയത്ത് അങ്ങനെ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയതിൽ, അതിന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയതിലും വളരെയധികം സന്തോഷവാനാണ് ഞാൻ. അതുപോലെ തന്നെ സിത്രയിലോട്ട് പോസിറ്റീവായ ആൾക്കാരെ കൊണ്ടുവരാനും ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയി വരും ആ ട്രാൻസ്പോർട്ട് മുഖാനം നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയ നന്ദി. ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ലൈവായിട്ട് കാണിക്കാൻ തന്മനസ് കാണിച്ച റേഡിയോ ഗംഗന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ BKSFൽ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. BKSF അശരണരുടെ നന്മമരം റേഡിയോ റിംഗിന്റെ ലൈവ് പരിപാടിയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മളോടൊപ്പം BKSFന്റെ സാരഥികളായ ശ്രീ സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി എന്നിവരാണുള്ളത്. 4 വർഷക്കാലമായി BKSFന്റെ നന്മമരത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് റേഡിയോ റിംഗിന്റെ ഈ പേജിലേക്ക് ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ റേഡിയോ റിംഗിന്റെ ആപ്ലിക്കേഷൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് വരും ദിവസങ്ങളിലെ പരിപാടികളും കാണാവുന്നതാണ്. തീർത്തും എന്റർടൈൻമെന്റ് മാത്രമല്ല, എല്ലാ വിധത്തിലുള്ള ഷോയും റേഡിയോ റിംഗിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും നന്മമരത്തെക്കുറിച്ചുള്ള നിങ്ങൾക്ക് ഒരുപാട് പേർ വിശ്വസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞാനിങ്ങനെ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കുഴപ്പമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു വേണ്ടി ഒരു സമർപ്പിതമായി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഞാൻ വ്യത്യസ്തമായി ഇപ്പൊ ബഹ്റൈൻ പ്രതിഭ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക. അദ്ദേഹം OICC അതുപോലെ തന്നെ ഗ്ലോബൽ കോൺഗ്രസ് ഇതിന്റെ എല്ലാം ഭാരവാഹികൾ. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഒരു മാനുഷിക മുഖം, ഒരു മാനവികത, ഇതെല്ലാം നമ്മൾ പ്രതിദാനം ചെയ്തത്. മാർച്ച് മാസം ഈ മഹാമാരി ഇവിടെ റിപ്പോർട്ട് ചെയ്ത് അന്നത്തെ ദിവസം തന്നെ, അന്ന് രാത്രി തന്നെ ഞാനും അമ്പലായി സംസാരിച്ചു. സംസാരിച്ച ഉടനെ തന്നെ നമ്മുടെ ഒരു ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രവർത്തകൻ ആരിസ് പഴയങ്ങാടി, അദ്ദേഹത്തെ മെഡ്ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനവുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോകുന്നതാണ്. അപ്പം ഉടനെ തന്നെ അദ്ദേഹത്തെ കൺവീനർ ആക്കുകയും അതിന്റെ ഉപദേശക സമിതിയായി നജീബ് കടലായി, ലത്തീഫ് മരക്കാട്ട്, അൻവർ ശൂരനാട്, അൻവർ കണ്ണൂർ, അതുപോലെ തന്നെ നബിൻ അൻസാരി, ദൈനുൽ കൊയിലാണ്ടി, മണിക്കൂട്ടൻ, ഗംഗൻ, ഇങ്ങനെ പേര് ഒരുപാട് ആളുടെ പേര് എല്ലായിടത്തും പറയേണ്ടത്, 32 ആളെ പേരും പറയേണ്ടതാണ്. ഷിബു ചെറുതുരുത്തി, അപ്പം സലീം മെമ്പർ, അപ്പൊ ഇങ്ങനെ എല്ലാ നൗഫല്,
അങ്ങനെ എല്ലാവരെയും നമ്മൾ കോർത്തിണക്കിക്കൊണ്ട്, ബാക്കി പേര് ഞാൻ വിട്ടുപോയത് അമ്പലമായി പറയുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നമ്മൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ആദ്യം നമ്മുടെ കാനൂകാടലിനെ പിന്നെ എന്റെ സ്വാഭാവിക എവിടെയും നമുക്ക് ആളുകൾ കൂടാൻ പാടില്ലല്ലോ. 5 or 6 പേര് പിന്നെ ഈ ഭക്ഷണ കിറ്റുകളും അവിടെ എത്തിക്കും. അങ്ങനെ ഓരോരുത്തർ അവരുടെ സമയനിശ്ചയത്തിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി അതിൽ അന്ന് ട്രാൻസ്പോർട്ട് നമ്മുടെ ജലീലായിരുന്നു അന്നും ഇന്നും അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി നമ്മളെക്കാൾ കൂടുതൽ എവിടെല്ലാന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിക്കേണ്ടതിനെ സംബന്ധിച്ച് അവർക്കാണ് ധാരണ. അതിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ല സ്ഥലം ഇപ്പം ശ്രീനിവാസ് സെൻട്രൽ ഹോട്ടലില് പിന്നെ ശംസുദ്ദീൻ നല്ല ഇടപെടലാണ്. അതുപോലെ തന്നെ ബാങ്കോക്ക് റെസ്റ്റോറന്റ്, അല്ലോസറ, പിന്നെ മറ്റ് സംഘടനകളിൽ നമ്മളെ ആരോടും ഒരു ശത്രുതാ മനോഭാവമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുണ്ട്. പക്ഷെ അവരുടെ എല്ലാം പ്രാതിനിധ്യം ഈ ഗ്രൂപ്പിലുണ്ട്. ആ ഗ്രൂപ്പിനെ എല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ആരിലും അതായത് വലിയ പിന്നെ സ്വാഭാവികമായിട്ടുണ്ടെന്ന് ചില അസഹിഷ്ണുതയും കാര്യങ്ങളൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികമാണ് ഒരു വലിയ പ്രവർത്തനം. പക്ഷെ നമ്മുടെ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു വിപ്ലവകരമായ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യത്തിൽ ഈ കോവിഡ് കാലം അവസാനിക്കുമ്പോൾ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈനുള്ളത് സർവർക്കും നമുക്ക് അതിന്റെ രീതിയിൽ സർവ്വതല സ്പർശിയായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു മഹത്തരമായ കാര്യമാണ്. ബഷീറും ഇതുപോലെ തന്നെ ഇപ്പൊ സുബൈർ പറഞ്ഞതുപോലെ നിരവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഔദ്യോഗികമായി ഒരു ജോലി തിരക്കുകളുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനത്തെ ഈ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത് ഏകോപിപ്പിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ 4 വർഷമായിട്ട് ഈ കൂട്ടായ്മ ഉണ്ടെങ്കിലും ഇതൊരു സംഘടന അല്ല, ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ കൂട്ടായ്മ ഈ കോവിഡിന്റെ തുടക്കം നമ്മൾക്ക് ഇവിടെ ഏറ്റവും വലിയ പ്രയാസം വന്നത് മാസ്ക് സംബന്ധമായിട്ടാണ്. അപ്പൊ ഈ മാസ്ക് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നാട്ടിൽ നിന്ന് വരെ മാസ്ക് എത്തിച്ചിട്ടുണ്ട്. വരുമ്പോൾ അവിടെ നിന്ന് നാട്ടിൽ ആ സമയത്ത് കിട്ടും. പിന്നീടാണ് നാട്ടിൽ ഇതിന് ബുദ്ധിമുട്ട് വന്നത്. പിന്നെ അന്ന് സൗദി കോഴ്സ് അടച്ചിട്ടുണ്ടായിരുന്നില്ല, സൗദിയിൽ നിന്നും എത്തിക്കലുണ്ട്. പിന്നീടാണ് അത് ഇതിന്റെ ഈ കാര്യങ്ങൾ ഗൗരവമായ വിഷയത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പലയിടത്തും ഒരു നിശ്ചലാവസ്ഥ വന്നപ്പോഴാണ് ഈ ഫുഡ് രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയത്. അത് ഫുഡ് പിന്നെ ലൈവ് കിറ്റും അതേപോലെ തന്നെ നമ്മൾ അത്യാവശ്യ ഭക്ഷണ സാധനങ്ങളുടെ കിറ്റുകളും തുടക്കം നമ്മുടെ സുബൈർവായുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു. പിന്നീട് അത് വലിയ രീതിയിലായിപ്പോയി. കാരണം ഈ ആളുകൾ കൂടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ഞങ്ങൾ അത് വേറെ തൂബിളിയിൽ നമ്മുടെ ഒരു സ്ഥലത്ത് അതിന് പ്രത്യേകം സ്റ്റോർ ഉണ്ടാക്കി. പിന്നെ പ്രത്യേകം സ്ഥലം ഉണ്ടാക്കി. കൂടാതെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ് ക്യാപിറ്റൽ ഗവർണറേറ്റിൽ നിന്ന് ഫീന കെയറിൽ നിന്ന് കിട്ടിയ വലിയ ഒരു സഹായം. പിന്നെ അത് കൂടാതെ തന്നെ ഇവിടുത്തെ സ്വദേശികളിൽ നിന്നും അതേപോലെ തന്നെ മറ്റു വിദേശികളായിട്ടുള്ള സംഘടനയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഫുഡ് കിറ്റുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ പല ആളുകളും അതിൽ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, പല ആളുകൾക്കും അവർക്ക് പുറത്ത് പറയാൻ വയ്യ. പക്ഷെ നമ്മൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ സാധനങ്ങൾ കൊണ്ടുവച്ച് നമ്മൾ പുറത്ത് വരും, എന്നിട്ട് അവിടെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഒരുപാട് പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ ഈ കോവിഡ് മഹാമാരിയിൽ വലിയ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത്. എനിക്കൊന്ന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത പലരും അവരുടേതായ സംഭാവനകൾ. പക്ഷെ നിങ്ങൾ ആദ്യം പറഞ്ഞ ആ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് ഞാൻ വരുന്നത്, കാരണം എങ്ങനെ ഇത് ഏകോപിപ്പിക്കാൻ പറ്റുന്നത്? കാരണം നമുക്ക് വേറെ എനിക്ക് എൻ്റെതായിട്ടുള്ള സംഘടനകളുണ്ട്, അതേപോലെ തന്നെ സുബൈർ ഭായിക്കും മറ്റുള്ള എല്ലാവർക്കും ഓരോ സംഘടനകളുണ്ട്. പക്ഷെ നമുക്ക് കൂട്ടമായിട്ടിരുന്നു കൊണ്ട് ഒരു വലിയ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളത്, അതിന് അവസാന വാക്ക് BKSF എന്നുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. കാരണം അത് തന്നെയാണ് ഇത് ഇത്ര വലിയ രീതിയിൽ പോയത്. കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലാണ് ഇത് പോയത്. ശ്രീ നജീബ് കടലായി നമ്മളോടൊപ്പം ചേരുകയാണ്. BKSFന്റെ ഒരു കൈത്താങ്ങൽപ്പെട്ട സമിതി അംഗമാണെങ്കിൽ നമ്മുടെ ഇതിനൊരു കൂടാനോ പിടിക്കാനോ ഒന്നും നമ്മൾക്ക് പശ്ചാത്തല സൗകര്യം അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ വിട്ടതാണ്. ഇതിന് ആദ്യം ആ ഒരു ഫ്ലോർ മുഴുവനായിട്ട് ഇതിന് വിട്ടുതരികയും അതിനനുസരിച്ച് ഇപ്പൊ നമ്മുടെ ഈ ആതുര രംഗത്ത് പ്രവർത്തിച്ചവരൊന്നും നമ്മൾ ആദരിച്ചില്ല. അതെല്ലാം അദ്ദേഹത്തിന്റെ പശ്ചാത്തല സൗകര്യമാണ് നമ്മൾ ഉപയോഗിച്ചത്. അതോടൊപ്പം ഈ കോവിഡ് മഹാമാരിയിൽ കോവിഡ് പരമായിട്ട് മരണപ്പെട്ടവരുടെ അടക്കം ചെയ്യുന്നതിന് വരെ അദ്ദേഹം നമ്മുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. സുബൈർ ഭായി നമ്മുടെ ഒരുപാട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു. ആരും വരില്ല, സ്വന്തം കുടുംബക്കാർ പോലും വരില്ല. അത്തരമൊരു സാഹചര്യത്തിൽ
BKSFന്റെ ഈ ഒരു മഹത്തായ പ്രവർത്തനം നമുക്ക് അതിന് വാക്കുകളില്ല എന്നുള്ളതാണ്. ഇതിലിപ്പോ 46 ഞാൻ ഒറ്റൊരു കണക്ക് പറയാം. അതായത് മാർച്ച് മാസം മുതൽ നമ്മുടെ ഒക്ടോബർ മാസം വരെ ഏകദേശം 225ഓളം ഇന്ത്യക്കാർ മരിച്ചു. 46 ഇന്ത്യക്കാരെ കോവിഡ് ബാധിച്ച് മരിച്ചു. 20ഓളം മലയാളികളുണ്ട്. പക്ഷെ എല്ലാ മരണത്തിലും ഈ 46 കോവിഡ് മരണത്തിലും ഞങ്ങളുടെ ഒരു കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ 46 കോവിഡ് മരണത്തിൽ മൃതദേഹം അത് ഹൈന്ദവനാവട്ടെ, ക്രൈസ്തവനാവട്ടെ, മുസ്ലിം ആവട്ടെ, നമ്മുടെ മുമ്പിൽ അങ്ങനെ യാതൊരു വിധത്തിലുള്ള എവിടെയാണോ സേവനം നമുക്ക് ചെയ്യാൻ വേണ്ടി ആ കുടുംബക്കാരെയെല്ലാം പങ്കെടുപ്പിച്ച് ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഓരോ വിശ്വാസം ഓരോരുത്തർക്കും ഉണ്ടാവും. മൃതദേഹം സംസ്കരിക്കുന്ന സമയത്ത് പ്രാർത്ഥന നടത്തുന്നത്. അപ്പൊ അതിനുവേണ്ടി സിവിൽ ഡിഫൻസിന്റെ ഓഫീസർമാരൊക്കെ ആയിട്ട് സംസാരിച്ച് അതിന് ഇപ്പം വണ്ടിയിൽ വെച്ചിട്ടാണെങ്കിൽ വണ്ടിയിൽ വെച്ച്, കാരണം കോവിഡിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചല്ലേ മൃതദേഹം. പക്ഷെ അതിനെല്ലാം നല്ല ഇടപെടൽ നമുക്ക് കൂട്ടായി നടത്താൻ പറ്റും. നമ്മളൊരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പരിസരത്തുള്ള എല്ലാവരും, ഇപ്പൊ ഞാനോ അമ്പലായോ അല്ലെങ്കിൽ നജീബോ ആരിസോ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആളുകൾ വന്നു ചേരുന്ന രീതിയോ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഒരു സമയത്ത് നമ്മുടെ ഈ അസ്കറിൽ ദയിപ്പിക്കുന്ന സ്ഥലത്ത് അവരുടെ മറ്റേ കുടുംബക്കാരുടെ ഭാഗത്ത് ഈ ചടങ്ങ് ചെയ്യാൻ ഒരാളില്ല. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള മനോജ് വടകരയാണ് അവിടെ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ. അതെ, അത് നമുക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത കാര്യം. അദ്ദേഹം സ്വന്തം നിലക്ക് ആ ക്രിയ നടത്താൻ വേണ്ടി കുടുംബത്തിൽ ഒരു ആൺതരിയില്ല. ആൺതരി പെണ്ണുങ്ങൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് സാങ്കേതികമായിട്ടുള്ള പല. അപ്പൊ അദ്ദേഹം സ്വയം ഏറ്റെടുത്ത് ഞാൻ നിങ്ങളുടെ ഒരു നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടപ്പോൾ അതിനും തയ്യാറായി മുമ്പോട്ട് വന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഈ രാജ്യം അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ചടങ്ങുകൾ നടത്താൻ അനുവദിക്കുന്നു എന്നുള്ളത് തന്നെ വളരെ വളരെ കാര്യമാണ്. ഏതായാലും നജീബ് കടലായി സ്വാഗതം ചെയ്യുക. പ്രിയപ്പെട്ട ബഹ്റൈനിലെ മലയാളി സുഹൃത്തുക്കളെ, കോവിഡ് എന്ന ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ BKSF എന്ന 4 അക്ഷരം കൊണ്ട് ബഹ്റൈനിലെ പൊതു ഇടങ്ങളിൽ ഒന്നും വകവെക്കാതെ നിറഞ്ഞ സാന്നിധ്യമായി പ്രവർത്തിക്കാൻ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ സമുന്നതരായ നേതാക്കളായ ബഷീർ അമ്പലായിയോടൊപ്പവും കണ്ണൂർ സബീർ, ഹാരിസ് പഴങ്ങാടി തുടങ്ങിയ നേതാക്കളോടൊപ്പം പല മേഖലകളിലും, അത് മൃതദേഹം ഏറ്റുവാങ്ങുന്ന മോർച്ചറികളായിക്കോട്ടെ, കബറടക്കം നടത്തുന്ന പള്ളികളായിക്കോട്ടെ, അസ്കർ ക്രിമേഷൻ സെന്റർ ആയിക്കോട്ടെ, സൽമാബാദുള്ള ക്രിസ്തീയരുടെ ശവമടക്കുന്ന സ്ഥലങ്ങളായിക്കോട്ടെ, ഇവിടങ്ങളൊക്കെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു മടിയും കൂടാതെ എല്ലാ മേഖലകളിലും, അത് കിറ്റ് കൊടുക്കുന്ന കാര്യത്തിലും ലൈവ് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും, ആർക്കല്ലോ പ്രവാസികൾക്ക് എന്തൊക്കെ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇറങ്ങിച്ചെന്ന് ഒരു ഭയവും കാണിക്കാതെ ഇറങ്ങിച്ചെന്ന് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ ബഹ്റൈനിലെ ഈ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം എന്ന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ ചുറുചുറുക്കുള്ള ഒരുപറ്റം യുവാക്കൾ അതിന് മുന്നിൽ പ്രവർത്തിക്കുകയും അഹോരാത്രം സമയബന്ധിതമായി പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഏറ്റവും വലിയ ഒരു റിസൾട്ടാണ് ബഹ്റൈനിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഈ കാലഘട്ടത്തിൽ ഈ BKSF എന്ന സംഘടനയെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും BKSFന്റെ പേരുള്ള നന്ദി ഈ റേഡിയോ രംഗിലൂടെയും അതുപോലെ രാജീവ് വെള്ളിക്കോത്തിനോടും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സഹായ സഹകരണങ്ങൾ നൽകിയ എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നജീബ് കടലായി. നന്ദി നജീബ് കടലായി. നജീബ് എന്തായാലും ഇതിന്റെ ഒരു ഭാഗമായി ഇവിടെ നജീബ് കടലായി, അൻവർ ശൂരനാടും നമ്മുടെ എയർപോർട്ടില് ഫസലക്ക് ക്യാപ്റ്റൻ ആണെങ്കിലും ഇവർ രണ്ടാളാണ് അതിന്റെ, അതായത് പോലീസ് സെക്യൂരിറ്റി ചെക്കിങ് പോലീസിന്റെ കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ ഊഴമാണ്. അങ്ങനെ ഇവർ രണ്ടാളാണ് ഏകദേശം എനിക്ക് തോന്നുന്നു 45 ദിവസത്തോളം കാലം ഇവിടെ യാത്രാ സംവിധാനം പുനഃസ്ഥാപിച്ചത് മുതൽ 45 ദിവസം നമുക്കിതിന്റെ അനുമതി ഉണ്ടായിരുന്നു. എയർപോർട്ട് സേവനത്തിനുണ്ട് കൃത്യമായ ഇടപെടലാണ് ഇവര് നജീബിന്റെ നേതൃത്വത്തിലും ഫസലാക്കിന്റെ നേതൃത്വത്തിലും നടത്തിയത്. അതില് നമ്മുടെ സ്ത്രീയുടെ പേര് സലീന കണ്ണൂർ. നമുക്കൊരു വളണ്ടിയറായിട്ട് സലീന റാഫി എന്ന് പറയുന്ന ഒരു നമ്മുടെ ഒരു സഹോദരിയും
വളരെ സജീവമായി BKSFന്റെ ഒരു മുതൽക്കൂട്ടായി തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും BKSFന് ഇനി അടുത്ത ഒരു വനിതാ വിംഗും കൂടി തീർച്ചയായും നമ്മൾ പക്ഷെ സംഘടനാപരമായിട്ട് ഇതിനെ കൊണ്ടുപോകണമെന്ന് നമ്മൾ രണ്ടാളും പറഞ്ഞു. ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ മഹാമാരിക്ക് വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയ ഒരു സംവിധാനമാണ്. ആ മഹാമാരി കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അൻവർ കണ്ണൂർ. ഹായ്, നമസ്കാരം. സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി. ഈ അശരണവീതിയിലെ നന്മമരം എന്ന പരിപാടിയിൽ എനിക്കും കൂടി ഭാഗമാക്കാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. റേഡിയോ വിങ്ങിന്റെ ഈ പരിപാടിയിൽ എന്തായാലും വലിയൊരു വാട്സപ്പ് കൂട്ടായ്മയിൽ എനിക്കും കൂടി ഭാഗവാക്കമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ പ്രവാസ ലോകത്ത് എത്തിച്ചേരുന്നത് അവരവരുടെ ജീവിത വൃത്തി നമ്മുടെ സ്വന്തം നാടിനെ മറന്നുകൊണ്ട് ഇവിടെ ജോലി എടുക്കുന്നതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ ഈ BKSF കൂട്ടായ്മയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അവർക്ക് നമ്മളെ സമീപിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റേഡിയോയിൽ നന്മമരം എന്ന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ വരാൻ കഴിയുന്നതിൽ വളരെയധികം സന്തോഷം. ഇനിയും കൂടുതൽ കാലം ഇത്തരം പ്രവർത്തനങ്ങൾ BKSFന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. അൻവർ കണ്ണൂർ. നന്ദി അൻവർ കണ്ണൂർ. ബഷീറിന് എന്താ അൻവറിന് പറയണെങ്കിൽ 100 വാക്കുണ്ട് പറയാന്. അതായത് അത് കത്താക്കി ചുരുക്കുക. പിന്നെ ജ്യേഷ്ഠന് തൊട്ടടുത്തിരിക്കുന്നുണ്ടെങ്കിലും ജ്യേഷ്ഠന്റെ മാതൃ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഫുഡ് ഡെലിവറിയുടെ കോർഡിനേറ്റർ ആയിരുന്നു. എല്ലാ സാധനങ്ങളും അത് യഥാസമയത്ത് അത് ഒപ്പിച്ചെടുത്ത് അത് തരംതിരിച്ച് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹമാണ് ഈ ഒരു സമയത്തൊക്കെ ചെയ്തത്. ഒരുപാട് പ്രവർത്തനങ്ങൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാനോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അവിടെ അൻവർ എത്തിയിരിക്കും. അതാണ് അൻവർ. എപ്പോഴും കണ്ടാലറിയാം, വളരെ ഊർജ്ജസ്വലനാണ്. ഏത് പാതിരാത്രി കണ്ടാലും പകല് ഏത് സമയത്ത് കണ്ടാലും ഒരേ അവസ്ഥയാണ്. എന്റെ ചേട്ടനുണ്ട്, നമ്മൾ കുടുംബപരമായിട്ട് ഇതിൽ തന്നെ കണ്ടത്. അവരുടെ പ്രത്യേക ടീമുണ്ട്. നമ്മുടെ മൻസൂർ, അതേപോലെ തന്നെ കാസിം പാർത്തകായിൽ, നൂബിന്, പിന്നെ സൈനല്, ഈ പിന്നെ നൗഷാദിന്റെ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് അതിന്റെ കാര്യങ്ങൾ, ക്വാറന്റൈനും കാര്യങ്ങളും. അപ്പോൾ ക്വാറന്റൈൻ്റെ വിഷയം ഈ ട്രാൻസ്പോർട്ടും വിലമതിക്കാൻ കഴിയാത്തതാണ്. കാരണം എല്ലാവരും അതിന്റെ ഗുണം പറ്റിയവരാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അത്രയും പിന്നെ നമ്മളിപ്പോൾ അദ്ദേഹം വിട്ടുപോയ പല പേരുകളും ഞാനത് യോജിപ്പിച്ചു വരികയാണ്. പല പേരുകളുണ്ട്. മാത്രമല്ല ഒരുപാട് പേര് ഇങ്ങനെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അതിൽ വായിക്കാൻ വിട്ടുപോയതാണ്. രാജേഷ് ചട്ടാച്ചേരി രണ്ടുപേർക്കും അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ മഹാമാരി കാലത്ത് വളരെ ശ്രദ്ധ നേടിയ ഒരു കൂട്ടായ്മയായിരുന്നു. അതിന്റെ സാരഥികൾക്ക് അഭിവാദ്യങ്ങൾ. അതുപോലെ അമൽദേവ് ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കും. നമ്മളെ കൂട്ടായ്മയില് അമൽദേവിനെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേരെ വിളിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ക്ഷമിക്കുക. കാരണം നമുക്ക് എല്ലാവരെയും തുടക്കത്തില് അമൽദേവ് നമ്മുടെ ഈ കിറ്റ് കാര്യങ്ങൾ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുവാനും അർഹതപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ നമുക്ക് തന്നിരുന്നത് അമൽദേവാണ്. ആ അമൽദേവ് കൂടാതെ നമ്മുടെ ചിത്രയിലൊരു വിഷയം ഉണ്ടായപ്പോൾ അവിടെ യഥാസമയം എത്തി കാര്യങ്ങളൊക്കെ നീക്കിയതൊക്കെ അമൽദേവ് തന്നെയാണ്. അമൽദേവിന്റെ വേറെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും യഥാസമയം നമുക്ക് അറിയിച്ചുകൊണ്ട് BKSFന്റെ ടീം വർക്ക് ഒരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഗംഗൻ ഒരു സ്വദേശി വനിതയിൽ നിന്ന് ഒരുപാട് കിറ്റുകൾ നമുക്ക് കൊണ്ടുവന്നു. നമ്മുടെ സാധാരണക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കിറ്റ് നമ്മളിലേക്ക് എത്തിച്ച്, അതേപോലെ മെഡിക്കൽ പിന്നെ മരുന്നുകളായിട്ടും മറ്റുള്ള രീതിയിലൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ ഗംഗന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ മെഡിക്കൽ രംഗത്ത് പറയുമ്പോഴത്തേനാണ് ഇവിടെ ഈ നമ്മുടെ അതെ നമ്മുടെ ഇതിന്റെ കൺവീനറായിട്ടുള്ള ആരിസ് പഴയങ്ങാടി അദ്ദേഹം വലിയ രീതിയിലാണ് ഈ ഒരു കോവിഡ് മഹാമാരിയിൽ BKSFന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും കൺവീനറായിട്ട് പ്രവർത്തിച്ചത്. അതെ, അതുകൊണ്ട് തന്നെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ ഏകോപിച്ചതിന്റെ പേരിലാണ് ഇത്തരം രീതിയിലുള്ള ഒരു വലിയ വിജയം കൂടി പറയാതിരിക്കാൻ വയ്യ. കാരണം അതിന്റെ ഒരു വിജയം കൂടി ഉണ്ട്. കാരണം ടീം വർക്ക് ഇത്ര വലിയ രീതിയിൽ വിജയിക്കണമെങ്കിൽ ഈ BKSFന്റെ കാര്യങ്ങൾക്ക് എല്ലാ നിലക്കും അതിന്റെ കോർഡിനേഷനിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവരുള്ള ഒരുപാട് ആളുകളുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മുമ്പ് നമുക്ക് മറ്റൊരാളെ
നേരത്തെ പഴയങ്ങാടി നമ്മുടെ ഹാരിസ് പഴയങ്ങാടി BKSFന്റെ നമ്മുടെ കൺവീനറാണ്, ഹെൽപ്പ് ലൈൻ ടീമിന്റെ ടീമിന്റെ കൺവീനർ. അദ്ദേഹം മിഡ്ഹെൽപ്പിന്റെ ഒരു സജീവ പ്രവർത്തകനാണ്. പക്ഷെ നമ്മൾ ഇത്തരം ചിന്താഗതി നമ്മുടെ മുമ്പിലേക്ക് വന്ന ഉടനെ തന്നെ അദ്ദേഹം വർഷങ്ങൾ മുമ്പ് സാമൂഹ്യ സേവന രംഗത്തേക്ക് നമ്മുടെയൊക്കെ കൈത്താങ്ങായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഒന്നുമില്ല, പ്രത്യേകിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇതിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതും കൂടി നോക്കണമല്ലോ. അപ്പൊ ആ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സ്വീകാര്യത എന്തായാലും ആളുകളുടെ ഇതിന് ഒരു സ്വീകാര്യത വേണമല്ലോ. അപ്പൊ നമുക്ക് മറ്റൊരു പേര് ആലോചിക്കേണ്ടി വന്നിട്ടില്ല, ഹാരിസ് പഴയങ്ങാടി തന്നെ. അപ്പൊ ഹാരിസ് പഴയങ്ങാടി ഇവിടെ നമ്മൾ പറഞ്ഞത് ഒരു മാസത്തേക്ക് അദ്ദേഹം തിരക്കിട്ട ജോലി ഷെയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 24 മണിക്കൂർ ഇങ്ങനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. പക്ഷെ വളരെ സമർത്ഥമായി തന്നെ നമ്മുടെ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിന് വേണ്ടി അത് ഉപയോഗിക്കില്ല. അതിനനുസരിച്ച് ഉയർന്ന നിലവാരത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറ്റവും എടുത്ത് അറിയപ്പെടേണ്ടത്. പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഹാരിസ് പഴയങ്ങാടി നമുക്ക് സ്വാഗതം ചെയ്യാം ഈ ഷോയിലേക്ക്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ ഹാരിസ് പഴയങ്ങാടി, ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മിറ്റി ഹെൽപ്പ് ലൈൻ കൺവീനർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം എന്ന ഒരു വലിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ബഹ്റൈനിലുള്ള വ്യത്യസ്ത മത, രാഷ്ട്രീയ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപറ്റം സാമൂഹിക പ്രവർത്തകർ കൈകോർത്ത് തുടങ്ങിയ ഈ ഒരു പ്രസ്ഥാനം തുടക്കം മുതൽ ഇന്ന് വരെ വളരെ നല്ല രീതിയിലുള്ള ജൈവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. കോവിഡുമായി ബന്ധപ്പെട്ട് ബഹ്റൈനിൽ ആദ്യമായി ഒരു കമ്മ്യൂണിറ്റി ഹെൽപ്പ് ലൈൻ തുടങ്ങിയത് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ആണെന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. കോവിഡ് കാലഘട്ടങ്ങളിൽ കോവിഡ് ടെസ്റ്റിനുള്ള ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ, ലൈഫ് ഫുഡ്, ഫുഡ് കിറ്റ്, കൌൺസിലിംഗ്, മെഡിസിൻ, ചാർട്ടർ ഫ്ലൈറ്റ് എന്നിങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ബഹ്റൈൻ സമൂഹത്തിന്റെ സ്വീകാര്യത ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒക്കെ തന്നെ ബഹ്റൈനിലെ എല്ലാ സാമൂഹിക പ്രവർത്തകരുടെയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരുടെയൊക്കെ പിന്തുണയും അവരുടെയൊക്കെ അകമയിന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്ന് നേരത്തെ, അദ്ദേഹത്തെ കുറിച്ച് മാത്രമല്ല കേട്ടോ, നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമുക്ക് അല്ല, ഇതിനിടയിൽ നമുക്ക് അതായത് നമ്മൾ നോർക്കാൽ പ്ലസ്കോ വന്നപ്പോ നമ്മൾ ഇതിനെ കൂടി അമ്പലായും ഞാനും തന്നെയാണ് ഫുഡ് വിതരണ കമ്മിറ്റിന്റെ. പക്ഷെ അദ്ദേഹത്തെ നമ്മൾ അത് സമർത്ഥമായിട്ട് അദ്ദേഹത്തെ ഈ മരുന്ന് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അതായത് ഇവിടെ ലഭ്യമായിട്ടില്ലല്ലോ. ആ സമയത്ത് വ്യോമഗതാഗതം നിലച്ചപ്പോ ഇതിന്റെ എങ്ങനെ മരുന്നുകൾ, അപ്പൊ പരമാവധി ആളുകൾക്ക് ഇവിടുന്ന് കണ്ടന്റ് മാറ്റി കൊടുക്കുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ നമ്മുടെ മെഡിഹെൽപ്പിന്റെ ഷൗക്കത്ത് ബായിന്റെയും അതുപോലെ തന്നെ ഡോക്ടർ ചെറിയാൻ, ഡോക്ടർ ബാബു രാമേന്ദ്രൻ, ഡോക്ടർ നജീബ് ഷിഫയിലുള്ള വലിയ സംഭാവന, ഡോക്ടർ നമ്മുടെ റഫീഖ് അബ്ദുള്ള അടക്കമുള്ള ആളുകളുടെ സഹായത്തോടുകൂടി ആ കാര്യങ്ങൾ നീക്കിയത്. അതിൽ ഗഫൂർ കൈപ്പമംഗലം ടീമുകളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇവരുടെ എല്ലാം സഹായം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഒരു ആദരവാണ് ഈ പരിപാടി. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് പെട്ടെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു എല്ലാവരും ഈ ഷോയിലേക്ക് തന്നെ കൊണ്ടുവരാം. പക്ഷെ അതിലൊരു പരിധി ഉണ്ടല്ലോ. പക്ഷെ ഇരിക്കുന്ന ഇന്നത്തെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു ചെറിയ പരിമിതികൾ സ്വാഭാവികം. അപ്പൊ അങ്ങനെ കണ്ടന്റ് മാറ്റിക്കൊടുത്ത് മരുന്നുകൾ യഥാക്രമം എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് ഈ അൻവർ ശൂരനാടും മണിക്കൂട്ടനും പിന്നെ അതുപോലെ തന്നെ അമൽദേവ്, ഇവരൊക്കെ ഒരു വലിയ ഷിബു ചെറുതുരുത്തി, അവരൊക്കെ നമ്മുടെ 24 മണിക്കൂർ, അതായത് രാത്രി 1 മണിക്കല്ലേ, 1 മണിക്കും 2 മണിക്കൊക്കെ ഇവര് മരുന്ന് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ടും മെഡിഹെൽപ്പിന്റെ ഗ്രൂപ്പിലിട്ട് അവരത് ഹാരിസ് പഴയങ്ങാടി നേതൃത്വത്തിൽ അത് നമുക്ക് സംഘടിപ്പിച്ചു തരും. അതപ്പം തന്നെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം നാട്ടിൽ നമ്മൾ 100 രൂപക്ക് മേടിക്കുന്ന മരുന്ന് ഇവിടെ 30-40 പക്ഷെ അത് കണ്ടന്റ് മാറ്റി കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഡോക്ടർമാരായിട്ട് അത് ഡിസ്കസ് ചെയ്ത് അത്രമാത്രം വലിയ രീതിയിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിയത്. പക്ഷെ എല്ലാത്തിനെയും ഇതിനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം. ഇപ്പം ബഹ്റൈൻ പ്രതിഭ, KMCC, OICC എല്ലാത്തിനെയും നമ്മൾ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ മുഖ്യധാര സംഘടന, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, പിന്നെ അതുപോലെ തന്നെ ICF വളണ്ടിയർമാരെല്ലാം നമ്മളെ കൂടെ തന്നെയുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ നമ്മുടെ ഇപ്പൊ ഈ കോവിഡ് മഹാമാരിയുടെ സമയത്തൊക്കെ നമ്മുടെ വളണ്ടിയർ ടീമൊക്കെ ഏകദേശം 1 മണി 2 മണിക്കാണ് വീട്ടിൽ തന്നെ പോകാറുള്ളൂ.
പിന്നെ നേരം വെളുക്കുമ്പോൾ വീണ്ടും ഇതുമായി പ്രവർത്തനമായിട്ട് തുടങ്ങും. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മുടെ ബാർ മലയാളി ബിസിനസ് ഫോറം നല്ല രീതിയിലുള്ള സഹായങ്ങൾ, അത് ടിക്കറ്റ് ആയാലും ശരി, ഫുഡിൻ്റെ കാര്യം ശരി, സ്പോൺസർ ചെയ്തിട്ടുള്ള പല പരിപാടികളും നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഈ BKSFന്റെ പ്രവർത്തനം കണ്ടിട്ട് തന്നെയാണ് മറ്റ് സംഘടനകളും ഒക്കെ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കാസിം എത്തിയിരിക്കുകയാണ്. കാസിം കാസിം പാടത്തായാലും നമുക്ക് അതായത് വലിയ വലിയ മുതൽക്കൂട്ടാണ്. കാരണം അദ്ദേഹമാണ് ഇതിന്റെ അക്കൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനം നടത്തുന്നത്, അത് പുറം ലോകത്ത് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക്. നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്യുന്നതും അദ്ദേഹമാണ്. അതേപോലെ ഫോട്ടോഗ്രാഫി സത്യം പേരാമ്പ്രയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നവാസ് ഇപ്പോൾ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഡിറ്റിങ്ങിന്റെ കാര്യത്തിൽ അതേപോലെ കണക്കൊക്കെ ഈ പിന്നെ വള്ളിപുള്ളില്ലാതെ കാര്യങ്ങളൊക്കെ എഴുതി പിടിക്കാനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് അതിന്റെ പേരിൽ നമുക്ക് നല്ലൊരു കണക്കപ്പിള്ളല്ല, അതിൽ അമ്പലായി അവിടെ കാരണവറും ഇദ്ദേഹം ഒരു മരുമകൻ എന്നുള്ള രീതിയിലാണ്. കാരണം നമ്മളെ ആളുകൾ 5 കിറ്റ് അവിടെ കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് കിറ്റിന്റെ അമ്പലായി അത് ആവശ്യപ്പെടും. അതായത് ഞാൻ പിന്നെ കുറച്ചും കൂടി സൗമ്യമായിട്ട് ആവശ്യക്കാർക്കായിരിക്കും എന്നല്ല, പക്ഷെ അമ്പലായാലും കാർക്കശ്യം പിടിക്കും എങ്ങനെ. അപ്പം ആവശ്യക്കാർക്ക് എത്തിക്കുക എന്നുള്ള സ്വാഭാവികമായിട്ടും ശരിക്കും കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ കാസിം പാടത്താന്റെ വലിയൊരു സംഭാവനയാണ് ഇത് നടന്നിട്ടുള്ളത്. നമസ്കാരം. അശരണവേദിയിലെ നന്മമരം ഭാരം കേരള സോഷ്യൽ ഫോറം BKSFന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനായി റേഡിയോ രംഗം അവതരിപ്പിക്കുന്ന ഈ പരിപാടിക്ക് നൽകിയ ക്യാപ്ഷൻ അതിമനോഹരമായിരിക്കുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ പ്രവാസികൾക്കിടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി രൂപം കൊണ്ട ഈ വാട്സപ്പ് കൂട്ടായ്മ ഇന്ന് പ്രവാസികൾക്കിടയിൽ എന്ന് മാത്രമല്ല ബഹ്റൈൻ പൊതുസമൂഹത്തിനു മുന്നിൽ തന്നെ സ്തുത്യർഹമായ സേവന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നൽകാൻ BKSFനായി. ശാരീരിക അകലം, സാമൂഹിക ഒരുമ എന്നാണ് കോവിഡ് കാലത്തെ ക്യാപ്ഷനെങ്കിലും ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ BKSFന്റെ വളണ്ടിയർമാരായിട്ടുള്ള 30-ലധികം വളണ്ടിയർമാർ രംഗത്ത് വരികയുണ്ടായി. ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സംഘടനയുടെ നെടുന്തൂണുകളായ വ്യത്യസ്ത രാഷ്ട്രീയക്കാരായ ബഷീർ അമ്പലായിയും അതുപോലെ തന്നെ സുബൈർ കണ്ണൂരുമാണ് നേതൃനിരയിലുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്കിന്റെ കോർഡിനേഷൻ കമ്മിറ്റി ഉപദേശക സമിതിയായ നജീബ് കടലയും കൺവീനറായി ഹാരിസ് പഴയങ്ങാടിയും ഞങ്ങൾക്ക് നേതൃത്വപരമായ പങ്കാണ് നൽകിയത്. തുടർന്ന് ഞങ്ങൾ 30-ലധികം വരുന്ന വളണ്ടിയേഴ്സ് വിവിധ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടത്തിയെന്നുള്ളതാണ്. തുടക്കം ഒരു മാസ്ക് വിതരണത്തിലൂടെയാണെങ്കിൽ പിന്നീട് ഭക്ഷണ കിറ്റുകൾ നൽകിയും അതോടൊപ്പം തന്നെ ലൈവ് ഫുഡ്, ഇഫ്താർ കിറ്റുകൾ, റമദാൻ കാലഘട്ടത്തിൽ ഇഫ്താർ കിറ്റുകൾ നൽകിയും പിന്നീട് ക്വാറന്റൈനിൽ പോകേണ്ട ആളുകൾക്ക് വേണ്ടിയുള്ള ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കിയും അതോടൊപ്പം തന്നെ ബഹ്റൈനിലെ ഏക പ്രൈവറ്റ് കോവിഡ് വെഹിക്കിൾ, കോവിഡ് രോഗബാധിതരായ ആളുകളെ കൊണ്ടുപോകാനും ചികിത്സ കഴിഞ്ഞവർ തിരിച്ചെത്തിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഏക വെഹിക്കിൾ അത് BKSFന്റേതാണ്. അതുപോലെ തന്നെ ചാർട്ടേഡ് ഫ്ലൈറ്റ്, എയർപോർട്ട് സർവീസ്, കൗൺസിലിംഗ് പരിപാടികൾ തുടങ്ങിയ ഒട്ടേറെ പരിപാടികൾ ഇന്നും 200-ലധികം ദിവസം പിന്നിട്ടുകൊണ്ടും BKSF നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വളണ്ടിയേഴ്സും അവരവരുടെ ജോലി സമയങ്ങൾക്ക് ശേഷം വളരെയധികം റിസ്കുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കോവിഡ് മഹാമാരി എത്രയും പെട്ടെന്ന് ഭൂലോകത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളിൽ തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി കാസിം. എന്തായാലും മറ്റൊരു എന്താ പറയാ പ്രവർത്തനത്തിന്റെ ഒരു ഏട് എന്ന് തന്നെ പറയാം അല്ലെ കാസിം? തീർച്ചയായും. ഇതൊക്കെ എത്തിക്കുന്നത് അപ്പോൾ നേരത്തെ
ഓരോരുത്തരുടെയും പേര്. അപ്പൊ ഈ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെയാണ് വീതിച്ചെടുക്കുന്നത്? ട്രാൻസ്പോർട്ട് ഉത്തരവാദിത്തം ഞങ്ങള് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു മീറ്റിംഗ് ആയിട്ട് ചേരാറില്ല. സ്വാഭാവിക അമ്പലായി പറഞ്ഞ പോലെ എല്ലാ രാത്രി അവിടെ കൂടും. അപ്പൊ നാളെ ഇന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ വളണ്ടിയേഴ്സ് ആണല്ലോ, എല്ലാവരും വളണ്ടിയേഴ്സ്, ഞാനും അമ്പലായും വളണ്ടിയേഴ്സ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ നാളെ ഇന്നതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഓരോരുത്തർ അതിൻ്റെതായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കാര്യങ്ങൾ നീക്കലാണ്. അപ്പം അതിലിപ്പം എനിക്ക് ഒരു രാജ്യപള്ളിക്കത്തിന്റെ ഒരു അതിശോക്തി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ പേരും താങ്കൾ മനഃപ്പാടമാക്കിയിട്ട് അപ്പൊ ഒരു മാധ്യമ പ്രവർത്തകത്തിന് അപ്പുറം ഒരു സാമൂഹ്യ മനസ്സ് നിങ്ങൾ ഇതിലൂടെ സ്വായത്തമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. നിങ്ങൾ പണ്ട് ജോലി ചെയ്ത പത്രസ്ഥാപനത്തിലൂടെയും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ അതിലൂടെ തന്നെ നിങ്ങളെ കുടുംബത്തെ കൂടി ഇതിന്റെ കൂടെ കൂട്ടി യോജിപ്പിച്ചു എന്നുള്ളത് അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. വന്നപാട് ഇതിനും ഒരു ഫീച്ചർ തന്നെ എഴുതേണ്ടി വരും എന്നുള്ളതിനെ സംബന്ധിച്ച്. ഇങ്ങനെ റേഡിയോ ഇറങ്ങി ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ ഈ പത്രത്തിൽ വരുന്നത് മാത്രമല്ല സുബൈർക്ക വാർത്ത. ഞാൻ പലപ്പോഴൊക്കെ നിങ്ങളെ പല സംഭവങ്ങളും വിളിച്ചു തന്നിട്ടുണ്ടല്ലോ, വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ പത്രത്തിൽ വരാതെ തന്നെ വാർത്തകൾ ഉള്ളത് ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത പത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് എങ്ങനെ അത് സോൾവ് ചെയ്യാന്നുള്ളത് ആദ്യം നമ്മൾ നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഞാൻ എപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. അതുപോലെ അത്തരത്തിലുള്ള ബന്ധങ്ങളുള്ളവരാണ് BKSFിലെ ഒരു ഒട്ടുമുക്കാലംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും റേഡിയോ രംഗിലേക്കും ആ കോളുകൾ എത്തിത്തുടങ്ങിയെന്നുള്ളത് വളരെ അഭിമാനിക്കുകയാണ്. കാരണം ആ പത്രത്തിലുണ്ടായ ബന്ധത്തിന്റെ പേരിലുള്ള ബന്ധം ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. നിരവധി പേര് നമ്മുടെ BKSF ഗ്രൂപ്പിൽ എല്ലാവരും ഇപ്പോഴും പല കാര്യങ്ങൾക്കും ബന്ധപ്പെടുന്നുണ്ട്. എന്തായാലും അത് നിങ്ങളുടെ കൂടി സഹായത്തോടെയാണ്. കാരണം ഞാൻ പലപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒക്കെയാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇടയില് എനക്കും അമ്പലായിക്കുള്ള ഒരേ അഭിപ്രായമുണ്ട്. ചില ആളുകൾ ഇതില് അതിനുവേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തുന്നുള്ളതാണ്. നിങ്ങളെ സൃഷ്ടിക്കുന്നത് മാത്രം ഗ്രൂപ്പിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് അഭിപ്രായ വ്യത്യാസം അതിലുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു സാമൂഹ്യ രംഗത്തേക്ക് കടന്നു വരുന്നതിന് നമുക്ക് സ്വാഗതാർഹമാണ്. പക്ഷെ നിങ്ങളുടെ സേവന രംഗത്തേക്ക് അപ്പുറം നിങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പലരും ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അവരുടെ ഒരു പുനരാലോചന ഇതൊരു ഗ്രൂപ്പ് എന്നുള്ളത് നമ്മളിപ്പോ രാഷ്ട്രീയ അതിപ്രസരത്തെ സംബന്ധിച്ച് ചില ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, അമ്പലായിനെ വിളിക്കാം. അപ്പൊ നമ്മളെന്താ പറയല്, നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് വരുന്നതാണ്. സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള പക്ഷെ അതില് ആളുകളെ പല രീതിയിൽ ചിത്രീകരിക്കും. നേതാക്കന്മാരെ പല കോമഡി ആയിട്ട് അവതരിപ്പിക്കുന്നതെല്ലാം നിർത്തിക്കൊണ്ട് മാനസിക പ്രയാസമില്ലാത്ത രീതിയിൽ രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തി മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് നമ്മളെ ഗ്രൂപ്പിനെ കൊണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പല നമ്മളെ അറിയപ്പെടുന്നവരൊക്കെ ഈ ട്രാൻസ്പോർട്ട് സൗജന്യമായിട്ട് നമ്മൾ നടത്തിയല്ലോ. അപ്പൊ അവർക്ക് പുറത്ത് പറയാനുള്ള പക്ഷെ നമ്മളത് വളരെ നമ്മളെ ഒരു ഡ്രൈവറും വെച്ചിട്ടുണ്ട്. വളരെ സീക്രട്ട് ആയിട്ട് തന്നെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഒരുപാട് ഫാമിലീസിനെ കൊണ്ടുപോയിട്ടുണ്ട്. ചില നന്മകൾ ചിലപ്പോൾ നമ്മൾ ചില നിയമങ്ങൾ നമ്മൾ ലംഘിക്കേണ്ടി വരും. പക്ഷെ അതൊരു നന്മയുടെ ഭാഗം നോക്കുമ്പോൾ നമ്മുടെ ആലോചനയിൽ വന്നതാണ് നമുക്ക് NHRന്റെ അപ്രൂവലോട് കൂടി എങ്ങനെയാണ് ഒരു വണ്ടി. കാരണം നമ്മളെ ആളുകൾ ഡെയിലി ഒരു 10-15 കുടുംബങ്ങൾ വിളിക്കുന്നു. നമ്മളൊന്ന് ഭർത്താവിന് കോവിഡ് ബാധിച്ചിട്ട് ക്യാമ്പിലേക്ക് പോയിരിക്കണം, നാളെ നമുക്ക് ഇവിടെ പോകണം. അപ്പൊ സ്വകാര്യപരമായിട്ട് ആളുകൾ ആദ്യം സാമൂഹിക പ്രവർത്തനം ചില ആൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇതൊരു കൂട്ടമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞെന്ന് ആലോചിച്ചപ്പോ KHK ഹീറോസ് നമ്മുടെ ഷെയ്ഖ് ഖാലിദിന്റെ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഖാലിദ് പാറ്റർനേജിലുള്ള ഒരു സംഭവം മൻസൂർ ഭായിയും അതുപോലെ തന്നെ ഷാഹിദും കൂടി സഹായത്തോടു കൂടി നമ്മൾ KHK ഹീറോസായിട്ട് സഹകരിച്ചു. അപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു നന്മകരമാണ് നമ്മുടെ ഹാർട്ട് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ ഫ്രാൻസിസ് കൈതാരത്ത്. ആദ്യം അതായത് ഉടനടി അതിന് നേതൃത്വം പറയാം ട്രാൻസ്പോർട്ട് കോർഡിനേഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ നൌഷാദ് പൂനൂർ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തപ്പോ അദ്ദേഹം വളരെ സമർത്ഥമായി തന്നെ അത് വളരെ കൃത്യതയോടുകൂടി അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ക്വാറന്റൈനിൽ കിടക്കാനുള്ള ഒരുപാട് ആളുകൾക്ക് നാട്ടിൽ നിന്ന് വരുന്നവരാലും ശരി ഇവിടുന്നവർക്ക് ഇവിടെ വലിയ കാശ് കൊടുത്തിട്ട് താമസിക്കേണ്ട ഒരു ഘട്ടം ഉണ്ടായിരുന്നു. സൗജന്യമായിട്ട് നമുക്കിത് തന്നിട്ട് അവരെല്ലാവരെയും സൗജന്യമായിട്ട് ഇത്രയും ദിവസം ഒരു 14 ദിവസം എത്രയാണെന്നത്തെ ദിവസം അതെ 14 ദിവസം 3 നേരത്തെ ഭക്ഷണവും അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതായത് സൗജന്യമായി നമ്മളെ ആളുകൾ സഹായിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഷിറാസ് പൂനൂര് അതുപോലെ തന്നെ സായൂജ് ഇവരൊക്കെ വലിയ സഹായമാണ് നമുക്ക് നൽകിയത് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അത് കുറച്ചാളുകൾക്കൊന്നല്ല
ഈ ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിലും ഈ ക്വാറന്റൈനിൽ കിടക്കുന്ന ഈ സൗജന്യ താമസരൊക്കെ പിന്നെ 100 കണക്കിനാണ്, ചിലപ്പോ 1000 വരെ അടുത്തുണ്ടാവും. അത്രയും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? 3 നേരത്തെ ഭക്ഷണം കൊടുക്കണം. തീർച്ചയായും നൗഷാദിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ് പൂനൂര്. ഈ മഹാമാരി സമയത്ത് BKSF എൻ്റെ ചുമതല ട്രാവൽ കോർഡിനേറ്ററായിരുന്നു. ബഹ്റൈൻ പൊതുസമൂഹം വിറങ്ങൽ ചെയ്യുന്നപ്പോൾ പോസിറ്റീവ് എന്നോ നെഗറ്റീവ് എന്നോ നോക്കാതെ അവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോയും അതേപോലെ തന്നെ ക്യാമ്പുകളാക്കുന്നതിനും ഞങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ബഹ്റൈനിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകരെയും ഒരു കുടക്കീയിൽ അണിനിരത്തിക്കൊണ്ട് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ അഭിമാനത്തോടു കൂടി ഇതിന് നേതൃത്വമായി പങ്കുവഹിച്ച സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി, ആരിസ് പയങ്ങാടി, അതേപോലെ തന്നെ നജീബ് കടലായി എന്നിവരോടും പ്രവർത്തിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം പങ്കുവയ്ക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നന്ദി നൗഷാദ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാവരുടെയും പ്രാതിനിധ്യമുള്ള ഒരു ഗ്രൂപ്പാണല്ലേ BKSF. കന്യാകുമാരിക്ക് അപ്പുറത്തുള്ള ആളുകളുണ്ട്. എന്തായാലും ഇത്തരം ഒരു നന്മ തീർച്ചയായും എനിക്കൊന്ന് ബഹ്റിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു തീർച്ചയായും. ബഹ്റൈന് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് സ്വാതന്ത്ര്യം നടിച്ചല്ലോ. ഒരു സ്വാതന്ത്ര്യം അമിതമായിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ വേറെ രീതിയിൽ പോകുന്നു. നമ്മൾ നന്മകൾക്കായിട്ട് മാത്രം ചെലവഴിക്കുമ്പോൾ അതിന്റെ മാത്രം ഉയർന്നു പോകുന്നു എന്ന് മാത്രം. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ടീമിലുള്ള പിന്നെ നൗഫൽ വയനാട്, നൗഫൽ നമ്മുടെ ഗ്രൂപ്പില് ഈ വരുന്ന സമയത്ത് അവന് ഉള്ളത് വയനാട്ടിലാണ്. കാരണം അവന്റെ ബിസിനസ് ഇവിടെ ഈ നമ്മുടെ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്ത്യയിൽ വന്നപ്പോ ആ ബിസിനസ് അവിടെ പൊട്ടി. ഇവിടുന്ന് പോയിട്ട് അവന് ഖത്തറിൽ പോയി. ഖത്തറിൽ നിന്ന് പിന്നെ ശരിയാവണ്ടാണ് നല്ല നാട്ടിലേക്ക് വന്നത്. അപ്പോ ആ പ്രളയത്തിന്റെ സമയത്ത് നമ്മുടെ പിന്നെ BKSF ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ സൗജന്യമായിട്ട് ചെയ്യുന്ന സമയത്ത് വയനാട് കോഴിക്കോട് ഭാഗത്ത് കോർഡിനേറ്റ് ചെയ്തു. പിന്നീട് അദ്ദേഹം ഇവിടെ വന്ന് ഇതിൽ സജീവമായി അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ മുസ്തഫ, നമ്മുടെ പിന്നെ അസീലിന്റെ മുസ്തഫ, അവർ രണ്ടാളും കൂടിയിട്ട് ഒരുപാട് നമ്മൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ കിറ്റുകൾ എത്തിച്ചു. എത്ര മണിയാണ്? രാത്രി 2 മണിയൊക്കെ 2 മണി അവരത് ഏറ്റെടുത്തോളൂ. അങ്ങനെ അതൊക്കെ അതിന്റെ വലിയൊരു നട്ടാണ്. നൗഫലിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം വളരെ ചാരിറ്റി പ്രവർത്തനം ചെയ്യാനും ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ്. ഓഫീസ് വർക്കില് നമ്മുടെ ഈ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഓഫീസ്, അതായത് അതിന്റെ ഒരു ക്ലറിക്കൽ വർക്ക് ഉണ്ടല്ലോ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൗഫലിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ അസനങ്ങളുടെ നന്മമരം എന്ന പരിപാടിയിലേക്ക്. നമസ്കാരം, ഞാൻ നൗഫൽ അബൂബക്കർ. കഴിഞ്ഞ 4 വർഷത്തിലധികമായിട്ട് ബഹ്റൈനിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ, നന്മകളുടെ കൂട്ടായ്മയാണ് BKSF. സാമൂഹിക പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒട്ടനവധി പേർ, പ്രത്യേകിച്ച് ബഷീർ അമ്പലായി, സുബൈർ കണ്ണൂർ, ആരിസ് പഴയങ്ങാടി, നജീബ് കടലായി തുടങ്ങി ഒട്ടനവധി പേർ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഈ ഒരു കൂട്ടായ്മ ഏറ്റവും അധികം സജീവമായിട്ട് ഉണ്ടായിരുന്ന, എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോവിഡ് കാലം തുടങ്ങിയ മുതൽ ഒട്ടനവധി പേർക്ക് ഇവിടെ ജോലി നഷ്ടപ്പെടുകയും ഒട്ടനവധി പേർക്ക് താമസ സൗകര്യങ്ങൾ ഇല്ലാതാവുകയും ഭക്ഷണം ഇല്ലാതാവുകയും ഒക്കെ ചെയ്ത ഒട്ടനവധി പേരെ കൈപിടിച്ചു ഉയർത്താനും അവരെ സഹായിക്കാനും മുന്നിട്ടിറങ്ങി എന്നുള്ളതാണ്. അതുമാത്രമല്ല, നമ്മുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് തുടങ്ങിയ സമയത്ത്, അതുപോലെ തന്നെ വന്ദേ ഭാരത് മിഷൻ ഫ്ലൈറ്റ്, എയർപോർട്ടിൽ ഒരാൾ പോലും പോയി അവരൊന്ന് സഹായിക്കാനോ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനോ ആരുമില്ലായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ BKSFന്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ശ്ലാഘനീയമായിരുന്നു. ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന റേഡിയോ രംഗിന്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി നൗഫൽ വയനാട്. ഒരുപാട് നൗഷാദൊക്കെ ഉള്ളതുകൊണ്ട് പേര് മാറിപ്പോയി. എന്തായാലും വയനാട്ടുകാർ ഇതിന്റെ ഒരു ഭാഗമാക്കി. എനിക്കത് വയനാട്ടുകാർ കുറച്ച് കുറവുള്ള ഒരു എനിക്ക് ഒന്ന് വയനാട്ടിൽ ഒറ്റയാളേ ഉള്ളൂ നമ്മളെ കൂട്ടത്തിൽ. മുമ്പ് ഹരിത വയനാട് എന്നൊക്കെ പറഞ്ഞൊരു സംഘടന. അപ്പൊ ഇനി വരാനുള്ളത് ലത്തീഫ് മരക്കാടിനെ സംബന്ധിച്ച് പറയുമ്പോ എനക്കും അമ്പലായിക്കും പറയാനുണ്ടാവും. നമ്മള് അദ്ദേഹം പിന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5000 ആളെങ്കിലും ഡെയിലി അഭിമുഖീകരിക്കാൻ കഴിയുന്ന സെൻട്രൽ മാർക്കറ്റിന്റെ പോയിന്റിലാണ് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
ഓരോ ദിവസവും അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ വളരെ വളരെ വലുതായിരിക്കും. അദ്ദേഹം പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ആളുകളെ നാട്ടിലെത്തിക്കുന്നതിനെ സംബന്ധിച്ചും പിന്നെ അതുപോലെ തന്നെ ആദ്യത്തെ പരിപാടി തന്നെ ആ മേഖലയിൽ ഒരുപാട് സ്തംഭനാവസ്ഥ ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ മഹാമാരി നേരിട്ട ഒരു വിഭാഗം സെൻട്രൽ മാർക്കറ്റ് കൂട്ടത്തോടെ ക്യാമ്പിലേക്ക് ഇങ്ങനെ ഒരു ജൈത്രയാത്രയായിരുന്നു. അപ്പൊ അവരെല്ലാം ഇറങ്ങലിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു അത്താണിയായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിലുള്ളത് ലത്തീഫ് മരക്കാട്ടായിരുന്നു. അപ്പൊ ആ ലത്തീഫ് മരക്കാട്ട് നിർദ്ദേശിക്കുന്ന ആളുകളെക്കെല്ലാം ഭക്ഷണം എത്തിക്കാനും അതുപോലെ തന്നെ ക്യാമ്പിലെ കാര്യങ്ങള് പിന്നെ നിർവഹിക്കാനും ക്യാമ്പില് സാധനങ്ങൾ കൊണ്ടുകൊടുക്കണമല്ലോ. ഓരോരുത്തരും പറയുന്ന സാധനങ്ങൾ ചിത്ര ക്യാമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. അന്നേ കൂട്ടത്തോടെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അത് കഴിഞ്ഞ് വരുമ്പോൾ ക്വാറന്റൈൻ കൊടുക്കണം, അവർക്ക് അതിനുള്ള സംവിധാനം കൊടുക്കണം. അതിനെല്ലാം നേതൃത്വപരമായ ഒരു പങ്കാണ് ലത്തീഫ് മരക്കാട്ട് വഹിച്ചത്. മാത്രമല്ല മനാമ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കിറ്റുകളൊക്കെ വിതരണം നടന്നിട്ടുള്ളത്. കൂടാതെ നാട്ടില് ഈ നമ്മുടെ BKSFന്റെ പേരിൽ തന്നെ അദ്ദേഹം മുൻകൈ എടുത്തിട്ട് പല നല്ല പ്രവർത്തനങ്ങൾ, അതിൽ മാസ്ക് വിതരണങ്ങൾ, അതേപോലെ തന്നെ മറ്റ് ഫുഡായിട്ടുള്ള കാര്യങ്ങൾ, മെഡിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം കോർഡിനേറ്റ് ചെയ്തിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ ആളുകളെ എയർപോർട്ടിൽ അവർക്ക് അവരുടെ വീട്ടിലെത്തുന്നവരുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം ഒറ്റപ്പെട്ട ഫാമിലികളൊക്കെ ഉണ്ടാവും. അതൊക്കെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നത്. മാത്രമല്ല നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ വരെ BKSFന്റെ പേരിൽ എഴുതിയ മാസ്ക് അദ്ദേഹത്തിന്റെ മുഖ്യധാരയിലാണ് പല ആളുകൾക്കും അവിടെ VIP-കളായിക്കോട്ടെ സാധാരണക്കാരാവട്ടെ എല്ലായിടത്തും ആ BKSFന്റെ പേര് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം നടന്നത്. എന്തായാലും ലത്തീഫ് മരക്കാട്ടിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഈ മഹാമാരി കാലത്ത് സഹജീവികളെ സഹായിക്കുന്നതിൽ ബഹ്റൈനിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി ചിന്തകൾക്കപ്പുറം രൂപം കൊണ്ട BKSF എന്ന വലിയൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ ഒരു എളിയ വളണ്ടിയറാകാൻ കഴിഞ്ഞതിൽ ഞാനേറെ സന്തോഷിക്കുന്നു. മാത്രവുമല്ല അതിന് നേതൃത്വപാഠം കൊടുത്ത ബഷീർ അമ്പലായി, കണ്ണൂർ സുബൈർ, നജീബ് കടലായി, ഹാരിസ് പയങ്ങാടി ഇവരെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാനേറെ അഭിമാനിക്കുന്നു. നന്ദി ലത്തീഫ്. നമ്മുടെ സമയം അതെ, ഇതില് പ്രധാനമായിട്ടും നമ്മള് ആദ്യം ഇടപെട്ടത് നമ്മുടെ ബാർബർ ഷോപ്പ്. നമ്മള് ശരിക്കും BMBF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണല്ലോ നമ്മള് ഇതിൽ പൊതുരംഗത്തേക്ക് വരുന്നത്, ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ മഹാമാരി ഏറ്റവും കൂടുതൽ നേരിട്ടത് അപ്പാർട്ട്മെന്റ്, റെസ്റ്റോറന്റ്, ബാർബർ ഷോപ്പുകൾ, ഇവരെല്ലാം ചെറുകിട കച്ചവടക്കാരെ മുഴുവൻ ഒരു സ്തംഭനാവസ്ഥ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തിയ ഒരു വ്യക്തിത്വം കൊണ്ടുണ്ട്, സത്താർ എന്ന് പറയും, സത്താർ കണ്ണൂർ, നമ്മുടെ സ്വന്തം രാജൻ. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയാണ്? വാടകകൾ കൊടുക്കാതെ നിൽക്കുമ്പം അറബികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ലാംഗ്വേജ് അറബികൾക്ക് തുല്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കൂടി നമുക്ക് ഇതിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട്, അതായത് ഈ ഭാഷാ പ്രശ്നം പരിഹരിക്കൽ മാത്രമല്ല, അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇന്നത് കൊണ്ടാണ് ഇവർക്ക് വാടക തരാൻ വേണ്ടി കഴിയും. നമ്മളോട് വിളിക്കുന്ന എങ്ങനെ 3 ഹൗസ് മേഡ് ഒരുമിച്ച് താമസിക്കുന്നത് വിളിക്കുകയാണ്. നമുക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ലല്ലോ, സാമ്പത്തികമായി നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനെങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കിയപ്പോൾ നമുക്ക് അതായത് അവരുമായിട്ടൊരു കോർഡിനേഷൻ നടത്തുക. അങ്ങനെ എത്രയോ ആളുകളെ, 100 കണക്കിന് ആളുകളെ ഈ രീതിയിൽ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ ചെറുകിട കച്ചവട മേഖലയിലുള്ള ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് മനാമ ഹുദൈബിയ ഭാഗത്തുള്ളവരാണ്. ആ സമയത്ത് ഈ ഒരു ബിൽഡിങ് ക്വാറന്റൈനിൽ വന്നു കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും അവിടെ പ്രവേശനമില്ല. അവരൊരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് മറ്റു വെള്ളം, അതേപോലെ മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ, അത് സോപ്പ് മുതൽ പേസ്റ്റ് വരെ എല്ലാ സാധനങ്ങളും ഈ ഫുഡ് കിറ്റിനോടൊപ്പം യഥാസമയം എത്തിച്ചതിന് മുഖ്യ പങ്ക് വഹിച്ചതാണ് നമ്മുടെ റാഷി കണ്ണങ്കോട്ട്. റാഷി ബജാറിന്റെ നടുക്കാണ് സ്ഥാപനവും, അവിടെ തന്നെ ജീവിക്കുന്നതും. അപ്പൊ സ്വാഭാവികമായിട്ടും ദൈനംദിനമായിട്ട് വരുന്ന മൊത്തം കേസുകൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലുണ്ടാവും. അപ്പൊ അതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ എല്ലാ ഐഡിയോളജിയും ഒരുമിച്ച് കൂടിയതാണ് ഈ BKSF. റാഷിദ് കണ്ണങ്കോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഈ ഷോയിലേക്ക്. സ്വാഗതം ചെയ്യാം റാഷിദിനെ. ഞാൻ 4 വർഷക്കാലമായിട്ട് ബഹ്റൈനിലെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന
ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് BKSF എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകം ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ, ഒരു മഹാമാരി വന്നപ്പോൾ എല്ലാവരും പേടിച്ച് വിറങ്ങലിച്ച സമയത്ത്, കോവിഡിൻ്റെ പ്രാരംഭഘട്ടത്തിൽ, ഇപ്പോഴത്തെ അവസ്ഥയല്ല, അന്ന് ആ പ്രാരംഭഘട്ടത്തിൽ സാധാരണക്കാരായ ബഹ്റൈനിലെ പ്രവാസികൾക്കിടയിൽ സഹായഹസ്തവുമായിട്ട് ഇറങ്ങിച്ചെന്ന വലിയൊരു പ്രസ്ഥാനമാണ് BKSF. ഈ കോവിഡ് കാലത്ത് ബഹ്റൈനിലെ പ്രവാസി സമൂഹത്തിനും സ്വദേശി സമൂഹത്തിനും സമാനതകളില്ലാത്ത സേവനമായിട്ടാണ് ഈ BKSFന്റെ പ്രവർത്തകർ എത്തിയത്. പല ഫ്ലാറ്റുകളും ഈ കോവിഡ് രോഗത്താൽ ഒറ്റപ്പെട്ടു പോയപ്പോൾ അവർക്ക് ഭക്ഷണമായിട്ടും അവർക്ക് സാന്ത്വനമായിട്ടും അവർക്ക് മാനസികമായ പിന്തുണയും അങ്ങനെ കുടിവെള്ളവും ഒക്കെ നൽകിക്കൊണ്ട് സമാനതകളില്ലാത്ത ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ സമയത്ത് വളരെ നിർണായകമായ ഇടപെടൽ നടത്തിയ ഒരു വലിയ ഒരു സാമൂഹിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് BKSF. ആ BKSFന്റെ ഈ കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ സ്വർണ്ണ ലിപികളാൽ എഴുതേണ്ടതാണ്. അത് ചരിത്രത്തിൽ എങ്ങനെയാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത്, ഈ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും താഴേക്കടയിലുള്ള ജനങ്ങൾക്ക് നേരിട്ട് പ്രവർത്തനം സഹായം വെച്ചത് BKSF ആണ്. ഈ BKSFന് ഇത്തരം അവസരം ഒരുക്കി തന്ന റേഡിയോ രംഗന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ BKSFന്റെ പ്രവർത്തനങ്ങൾക്ക് ബഹ്റൈനിലെ പ്രവാസി സമൂഹം നൽകിയ വലിയൊരു സഹായമുണ്ട്. അത് എടുത്തു പറയുന്നില്ല, വലിയൊരു പിന്തുണ. ആ പിന്തുണയ്ക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയാൻ ഉപയോഗിക്കുകയാണ്. നന്ദി, നമസ്കാരം. നന്ദി റാഷിദ്. ഈ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗവാക്കാണ് അല്ലെ? ഓരോരോ ഏരിയകളിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കോളുകൾ വരുന്ന സമയത്ത് ഇത് ഏകോപിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും വലിയ വിമർശനങ്ങൾ നേരിട്ട ഒരു കൂട്ടായ്മയാണിത്. കാരണം സ്വാഭാവികമായിട്ട് അതൊരു അസഹിഷ്ണുത സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യം, അത് അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉയർന്നു വന്ന ഒരു കൂട്ടായ്മ എന്നുള്ള നിലയിൽ ആരെങ്കിലും പിറകോട്ടടിച്ചോ എന്നുള്ള തോന്നൽ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കൂട്ടായ്മയുടെ തകരാറല്ല, പ്രവർത്തനത്തിന്റെ മേന്മ കൊണ്ടാണ് ആ കൂട്ടായ്മ അത് പരിഹരിക്കപ്പെട്ടത്. ഇപ്പൊ പറഞ്ഞില്ലേ എങ്ങനെയാണ് ഇത് വന്നത്. ഇപ്പം പറയാ, നമുക്ക് ഇപ്പൊ നാളെ ഒരു 160 പേരെ അയക്കണം. ട്രാവൽസ് മേഖലയിൽ വരുമ്പോ എങ്ങനെയാ വരുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പില് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും സമർപ്പിതരാണല്ലോ, എല്ലാവരും തുല്യരാണിതിൽ. ആർക്കും ഒരു മേധാവിത്വത്തിന്റെ പ്രശ്നം ഇതിൽ ഉദിക്കുന്നേയില്ല. അപ്പൊ അതാണ് ഇത്രയും ആളുകൾ ഇതിന്റെ പിന്നിൽ അണിനിരുന്നത്. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം IT ബന്ധപ്പെട്ട് പ്രവർത്തിച്ച നമ്മുടെ നുബിൻ ആലപ്പുഴ, പിന്നെ അതുപോലെ തന്നെ ഷമീം, പിന്നെ സലാം അസീസ്, അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഈ ഏറ്റവും വലിയ വിഷയമായത് 99,000 ടിക്കറ്റിന്റെ ഒരു വിഷയമാണ്. അത് അടുത്ത ഇത് വരുന്നുണ്ട്, ട്രാവൽസിന്റെ വരുന്നുണ്ട്. കൊല്ലാണ്ടിയാണ് അതിന് നേതൃത്വമായി പങ്കുവയ്ക്കുക. നമ്മുടെ നിസാർ ഭായി ഒക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. നുബിൻ ആലപ്പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എയർലൈൻസുമായിട്ട് അന്ന് വലിയ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ നജീബ് കടലായിലെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണ് ഇത്രയും ആളുകളുടെ പേരുകൾ ഒരു കൂട്ടമായിട്ടാണ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുത്തത്. അത് ഇത്രയും ആളുകളെ ആ പേരുകളും കാര്യങ്ങളൊക്കെ യോജിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അന്ന് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ബുദ്ധിമുട്ട്. അതൊക്കെ അദ്ദേഹം വളരെ നിസ്സാരമായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവര് രാത്രി 3 മണി വരെ ആയിരുന്നു, 3-3:30 മണി വരെ ഇരുന്ന് രാവിലെ ജോലിക്കും പോണല്ലോ. ഇങ്ങനെ അത്രമാത്രം വലിയൊരു പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ഇവരുടെ സംഭാവന വളരെ വലുതാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഞാൻ നുബിൻ ആലപ്പുഴ. ഈ കോവിഡ് മഹാമാരി കാലത്ത് സഹജീവികളെ സഹായിക്കുക എന്നൊരു വലിയൊരു ആശയവുമായി മുന്നോട്ട് വന്ന ഒരു ചെറിയ വാട്സപ്പ് കൂട്ടായ്മയാണ് BKSF. ഈ BKSFന്റെ നേതൃത്വ നിലയിലുള്ള സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി, നജീബ് കടലായി, പാരിസ് പഴയങ്ങാടി ഇവരോടൊപ്പം ഈ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സഹജീവികളെ സഹായിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷവും എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആത്മസംതൃപ്തിയുമാണ്. എന്നിൽ അർപ്പിച്ച കർമ്മം എന്ന് പറഞ്ഞാൽ ഭക്ഷണ വിതരണമാണ്. ആയിരക്കണക്കിന് ഭക്ഷണങ്ങൾ റമദാൻ കാലത്തും അതിനുശേഷവും ലൈവ് ഫുഡും അതുപോലെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് വെക്കാൻ ഈ അടുത്ത ദിവസങ്ങൾ വരെ ഞങ്ങളതിൽ കണ്ടിന്യൂസ് ആയിട്ട് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൗത്യം ഞാൻ ചെയ്തു തീർത്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും മുന്നോട്ട് ഇതുപോലുള്ള ഒരുപാട് ദൗത്യമായി BKSF മുന്നോട്ട് പോകും. അതിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഏറ്റവും വളരെയധികം സന്തോഷമുണ്ട്. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നന്ദി നുബിൻ. ഒരു
ഒരുപാട് പേര് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയാദ് ഏഴംകുളം അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം നാട്ടിൽ നമുക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. നാട്ടിൽ നിന്നുകൊണ്ട് മരുന്നുകൾ ഇവിടെ നമ്മൾ പറയുന്നതിനനുസരിച്ച് ആരെങ്കിലും തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ ആ വിമാനത്താവളത്തിൽ എത്തിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പിന്നെ ആളുകൾക്ക് മരുന്നെത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ അല്ല നാട്ടിലാണെങ്കിലും ഇവിടെയാണെന്നുള്ളൊരു വിചാരമാണ് ഞങ്ങൾക്ക്. സജീവത അദ്ദേഹത്തിന് ഏത് വിഷയത്തിലും എല്ലാ കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മുടെ മറ്റേ നിസാർ കൊല്ലമൊക്കെ നമ്മുടെ ഓരോ വിഷയങ്ങളിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ അനസ് റഹീം ആവട്ടെ, നമ്മുടെ JPK ആവട്ടെ, മറ്റുള്ള എല്ലാവരും, നമ്മുടെ മറ്റേ സിറാജ് JPK കൂടി, നമ്മുടെ റിയാട്ട് മാമ്പ അദ്ദേഹത്തെ അതെ അതെ. അപ്പോ അവരൊക്കെ നമ്മുടെ പിന്നെ ഈ നമ്മുടെ ഹെൽപ്പ് ലൈൻ ടീമിനില്ലെങ്കിലും അവര് ഈ നമ്മുടെ പ്രവർത്തനം കണ്ടിട്ട് കൂടുതൽ സപ്പോർട്ട് എല്ലാ മേഖലയിൽ നിന്നും തന്നവരാണ്. അതൊന്നും നമ്മുടെ ഈ ഒരു സമയത്ത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. സലീം നമ്പ്ര ഗോഡ് ബ്ലസ് യു ടു ഓൾ എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ റഫീഖ് അബ്ദുള്ള വാച്ച് ചെയ്യുന്നുണ്ട്. റഫീഖ് അബ്ദുള്ളക്ക് വലിയ സംഭാവന നമുക്ക് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. മെഡിക്കൽ ഫീൽഡ്, ഫാർമസി ഫീൽഡ് ആയതുകൊണ്ട് ഒരുപാട് മരുന്നുകൾ. ഇതിലിപ്പോ അവസാന ഘട്ടം എന്നുള്ള നിലയിൽ നമ്മുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിച്ചതിന്റെ പ്രധാനപ്പെട്ട ഇതിപ്പോ അമ്പലായിപ്പം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നമുക്ക് എങ്ങനെയാണ് ആളുകളെ നാട്ടിലേക്ക് കൂട്ടമായി ആളുകൾ പോകാൻ വേണ്ടി തുടങ്ങിയത്. വിവിധ സംഘടനകൾ അവരുടെ രീതിയിൽ അതിൽ നമുക്ക് ആരോടും അങ്ങനെ ഒരു പ്രത്യേകിച്ച് പിന്നെ വിരോധങ്ങളോ കാര്യങ്ങളോ. പക്ഷെ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം എന്താണ് വിഭാവനം ചെയ്തത്, എത്രയാണോ കോസ്റ്റ് ആ കോസ്റ്റ് മാത്രമേ നമ്മൾ ഈടാക്കേണ്ടതുള്ളൂ എന്നുള്ളത് നമ്മൾ കണക്കൂട്ടി. അപ്പൊ ആ കണക്കൂട്ടിയതിനനുസരിച്ച് അതിന് നേതൃത്വം ഫാദാൻ ട്രാവൽസിലും ഫ്രീഡം ട്രാവൽസില് നമ്മുടെ അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചത് നമ്മുടെ സൈനുൽ കൊയിലാണ്ടിയാണ്. സൈനുൽ കൊയിലാണ്ടി വളരെ കൃത്യതയോടുകൂടി ഇടപെടില്ല. അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നൗഫല് വയനാട്, പിന്നെ അതുപോലെ തന്നെ അസീസ്, പിന്നെ സിറാജ് മാമ്പ, പിന്നെ മരക്കാട്ട്, പിന്നെ കാസിം പാടത്തിങ്കൽ, എല്ലാവരും ഒരു സമർപ്പിതമായിട്ട്. പിന്നെ അതിൽ നമുക്ക് മറക്കാൻ കഴിയാത്തൊരു പേരുണ്ട്, അത് അജീഷ് നമ്മുടെ ഹെൽപ്പ് ആൻഡ് ഡ്രിങ്കിന്റെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തതാണ്. അതേപോലെ തന്നെ പിന്നെ ക്യാമ്പുകളിൽ ഓരോ ഭാഗത്തും അദ്ദേഹത്തിന്റെ അറിവനുസരിച്ചിട്ട് എവിടെയാണ് അർഹതപ്പെട്ട ക്യാമ്പ് ഉള്ളത് ഭക്ഷണം എത്തിക്കാൻ, അതൊക്കെ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനയാണ്. അവിടെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അത് കോർഡിനേഷൻ ചെയ്തിട്ട് അവിടെ എത്തിക്കലാണ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലായിട്ട് നമ്മുടെ സുഭാഷ് അടക്കമുള്ള ആളുകളാണ് നമ്മുടെ ഈ പിന്നെ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പൊ FB പേജ് ആവട്ടെ, അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ എല്ലാ പോരും തുടക്കം മുതൽ തന്നെ വളരെ നല്ല രീതിയിലാണ് സുഭാഷിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഈ BKSF. പിന്നെ ഏത് മരണവും ആദ്യം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കണം എന്നുള്ളത്. കൂടാതെ ചിത്ര ക്യാമ്പില്, അതേപോലെ മറ്റേ മോറക്ക്, അങ്ങനെ ഈ കോവിഡ് മേഖലയിലുള്ള ക്യാമ്പിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ട് തരുന്നുണ്ടായിരുന്നു. അത് എത്തിയിരിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കാം. BKSFന്റെ ഭാഗം തന്നെയാണ്. ഞാൻ സൈനൽ. കോവിഡ് എന്ന ഈ മഹാമാരി കാലത്ത് BKSF എന്ന ഈ സംഘടനയിൽ ഒരു ഭാഗമാകാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. കോവിഡ് എന്ന ഈ മഹാമാരി കാലത്ത് നമ്മൾ BKSF ടീം ചെയ്ത ഒരു മറക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ചാർട്ടേഡ് ഫ്ലൈറ്റ്. നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒട്ടേറെ പേർക്ക് നമുക്ക് സഹായഹസ്തമാകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 ചാർട്ടേഡ് ഫ്ലൈറ്റ് നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും ബഹ്റൈനിലെ ഏത് സംഘടനകൾ കൊടുത്തതിലും ഏറ്റവും കുറഞ്ഞ നിരക്ക് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. തികച്ചും വളരെ എന്താ പറയുക, ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ സഹായം കിട്ടിയിട്ടുണ്ട്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടിയിരുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മുടെ ഈ ഫ്ലൈറ്റ് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. രോഗികളായവരും അതുപോലെ ജോലി നഷ്ടപ്പെട്ടവർ, ഇതുപോലെ ഒട്ടേറെ പേർക്ക് ഇതിൻ്റെ സഹായം വളരെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മളുടെ ഈ ഫ്ലൈറ്റ് എയർപോർട്ടിലുണ്ടായിരുന്ന നമ്മുടെ വളണ്ടിയേഴ്സ് ടീമിൻ്റെ പ്രവർത്തനവും വളരെ പ്രശംസനാർഹം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്ന റേഡിയോ രംഗ് ടീമിന് എൻ്റെ അഭിവാദ്യങ്ങൾ. നന്ദി സൈനൽ. ഈ BKSFന്റെ ഒരു ഭാഗവാക്കാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. സുഭാഷ് തോമസ് അങ്ങാടിച്ച BKSF എന്ന നന്മ മരത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നു. സുഭാഷിനെ കുറിച്ച് നമ്മളിപ്പം പറഞ്ഞത്
ഞങ്ങളിപ്പം പ്രധാനമായിട്ടും ഞങ്ങളിപ്പോ ഇവിടുത്തെ മുഖ്യധാരാ സംഘടന ആരുടെ പേരെടുത്ത് പറയുന്നത് അവരൊക്കെ വലിയ രീതിയിലുള്ള ഇടപെടൽ ട്രാവൽ മേഖലയായിട്ട് ഇടപെട്ടപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഇടയിൽ ചെറിയ അതൃപ്തിയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ നേതൃത്വപരമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ആരെയും മികഴ്ത്താനല്ല, ഞങ്ങളുടെ മുമ്പിൽ എന്താണ് സഹപ്രവാസികളെ സഹായിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ വേണ്ടി കഴിയും, അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അങ്ങനെ ആരുടെ ഈ പ്രവർത്തനത്തെ പൊതുസമൂഹത്തിൽ മലിനസപ്പെടുത്താനോ ഒന്നും മുതിർന്ന ഒരു ടീമായിട്ട് നമ്മൾ പോകേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വിഷയത്തെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും നമുക്ക് പൊതുസമൂഹത്തിൽ നിന്നും വിമർശനമേൽക്കാത്ത രീതിയിൽ ഞങ്ങൾ സഹപ്രവാസികളുടെ കൈത്താങ്ങാണ് എന്ന് അവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തേണ്ടത് എന്ന് അത്തരം രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ നോക്കിയ പല സംഭവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് തന്നെ പിന്നീട് മനസ്സിലായി ഇത് നന്മയുള്ള ഒരു സംഘടന അല്ല, ഇത് നന്മയുള്ള ഒരു കൂട്ടായ്മയാണ് എന്നുള്ളതും. അതേപോലെ തന്നെ സംഘടനാ തലത്തിൽ നമ്മൾ ആരായിട്ട് മത്സരിക്കാനും പോയിട്ടില്ല. ഇത് കൂട്ടായ്മയിൽ എല്ലാവിധ മേഖലയിലുള്ളവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു കോവിഡ് മഹാമാരിയിൽ അതിന്റെ പ്രവർത്തനം വളരെ സജ്ജമായപ്പോൾ ഉണ്ടായിട്ടുള്ള ചിലപ്പോൾ എന്തെങ്കിലും വികാരത്തിന്റെ പരമായിട്ടായിരിക്കും അങ്ങനെ ഉണ്ടായത്. പക്ഷെ നമ്മൾ അതിൽ നിന്നും ഒരിക്കലും വേറൊരു രീതിയിലോ ഒന്നും അതിനെ മത്സരിക്കാനോ മറ്റുള്ള രീതിയിലോ പോയിട്ടില്ല. ഏത് സംഘടന കൊണ്ടുപോയ ഫ്ലൈറ്റുകളിലെ ആളുകൾക്കും ഒരു സ്വാതന്ത്ര്യം തന്നെയായിരുന്നു BKSF. അല്ല, എല്ലാ സംഘടനയും അതിലിപ്പം അല്ല ഇതിൽ പ്രധാനമായിട്ടും പിന്നെ ബഹ്റൈൻ കേരള സമാജം പോലെയുള്ളതും അതുപോലെ തന്നെ OICC അയച്ചിട്ടുണ്ട്, KMCC അയച്ചിട്ടുണ്ട്, ബഹ്റൈൻ പ്രദീപ് അയച്ചിട്ടുണ്ട്, ഇന്ത്യൻ ക്ലബ് അയച്ചിട്ടുണ്ട്, സമസ്ത മറ്റേ ICF ഫ്രണ്ട്സ് എല്ലാവരും അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ ക്ലബിനൊക്കെ വലിയ സംഭവം വലിയ അവരെയൊക്കെ നമ്മുടെ ആരാണ് വലിയേട്ടൻ മനോഭാവം ആരും കാണിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള സഹായകരമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമാണ് BKSF. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ സംഘടനകളുടെ ഒരു പ്രതിനിധിയെങ്കിലും നമ്മുടെ BKSF-ലുണ്ട്. അപ്പൊ അത് നല്ലപോലെ കാണുന്നവർക്ക് അതിന്റെ മാത്രം എന്താണെന്ന് അറിയാം. അത് വേറെ രീതിയിൽ കാണുന്നവർക്കാണ് അതിന്റെ ബുദ്ധിമുട്ടുള്ളൂ. അത്രേ കാര്യങ്ങളുള്ളൂ. എന്നാൽ ഈ സംഘടനയുടെ സജീവ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഷിബു ചെറുതുരുത്തിന്റെ കാര്യം എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ വയ്യ. കാരണം അദ്ദേഹം വലിയ രീതിയിലൊരു ബിസിനസ് തുടങ്ങിയ സമയത്താണ് ഈ ഒരു വലിയ ഫെബ്രുവരി അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം തുടങ്ങുകയും എനിക്ക് തോന്നി ഇന്ത്യന്റെ ഒരു 4 കോടി രൂപയെങ്കിലും അദ്ദേഹത്തിന് നഷ്ടം സംഭവിച്ച ഒരാളാണ്. പക്ഷെ അതൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം ഒരു കണക്കിന് ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടെ വലിയ രീതിയിൽ പ്രവർത്തന രംഗത്തുള്ളത്. അദ്ദേഹം പിന്നെ എന്നിട്ടും അദ്ദേഹത്തിന്റെ ആ പിന്നെ ഷോപ്പിൽ നിന്ന് കൊടുക്കാനുള്ളത് എയർപോർട്ട് സംവിധാനത്തിൽ കൊടുക്കാനുള്ളത് അതേപോലെ തന്നെ കിറ്റുകളിലേക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഇദ്ദേഹം ഇവിടെ പടുകുഴിയിലേക്ക് പോകുമ്പോഴും എടുത്ത് നമുക്ക് വാരി വലിച്ച് തരുമായിരുന്നു. കാരണം അത്രയും വലിയൊരു ഹൃദയമുള്ള ആളാണ്. അപ്പൊ നമ്മൾ പറയും നീ ഇതൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊന്നും താല്പര്യപ്പെടാതെ എന്ത് സാധ്യത ഇപ്പോ ഒരു ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ മെച്ചപ്പെട്ടു വരുന്നുണ്ട്. കാരണം അദ്ദേഹം ചെയ്ത നന്മ ഉള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉയരട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ കൂടി ഞാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിരവധി പേരാണ് ബിസിനസ് രംഗത്ത് ഈ സമയത്ത് വലിയ രീതിയിൽ വലിയ പുറകോട്ടടിയാതെ സംഭവിച്ചു. നിർഭാഗ്യവശാൽ അദ്ദേഹം വളരെ പ്രയാസം. അദ്ദേഹം ഈ അമ്പലായി പറഞ്ഞ പോലെ തന്നെ വണ്ടി നിറയെ സാധനമായിട്ടേ വരും. എന്താ പറയുക, ഇത് അവിടെ വെച്ച് നശിക്കുന്നതിന് മുന്നേ ആർക്കെങ്കിലും എന്റെ വകയിൽ കൊടുക്കാമെന്നുള്ള നിലയിൽ 150 പാസഞ്ചർ ഒരു വിമാനത്തിൽ ആ 150 പേർക്കും അദ്ദേഹത്തിന്റെ ഒരു കിറ്റ് നൽകുന്ന ഒരു പിന്നെ സംവിധാനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇനിയും കുറെ ഇങ്ങനെ നൽകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഷിബുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് സുബൈർക്ക, ബഷീർക്ക, അസ്സലാമു അലൈക്കും, നമസ്കാരം. ശരണവീതിയിലെ നന്മമരങ്ങൾ എന്ന റേഡിയോ ലിങ്കിൻ്റെ ഈ പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു കൂട്ടം കരുണ നിറഞ്ഞ സഹപ്രവർത്തകരുടെ ഇടയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരുണ്യപ്രവർത്തനത്തിൻ്റെ മാതൃക കൈപിടിച്ചു കൊണ്ടുപോയി കാണിച്ചു തന്ന ഒരു മഹാനായ വ്യക്തിയാണ് സുബൈർക്ക. അതിനുശേഷം ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറത്തിൽ വന്നതിന് ശേഷം ബഷീർ ഖാനെ പോലെയും ഹാരിസ് പഴയങ്ങാടിയെ പോലെയും ലത്തീഫ് മരക്കാട്, നജീബ് ക പോലെയുള്ള
ഒരു പറ്റം കാരുണ്യ പ്രവർത്തകർക്കൊപ്പം നിന്നുകൊണ്ട് എൻ്റെ നഷ്ടങ്ങളും എൻ്റെ വേദനകളും മറന്നുകൊണ്ട് ഈ 5-8 മാസങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. എന്തായാലും ഈ പരിപാടിക്ക് ആത്മാർത്ഥമായി അഭിനന്ദനം അറിയിക്കുന്നു. തുടർന്നുള്ള BKSFൻ്റെ പ്രവർത്തനങ്ങളിൽ കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു. അഭിവാദ്യങ്ങൾ. ഷിബു, നന്ദി. ആ വലിയ മനസ്സിന് നന്ദി. എന്തായാലും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എന്തായാലും ഞാൻ അടക്കമുള്ള ഈ പ്രവർത്തനത്തിൽ ഇനിയും പങ്കാളികളാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നുണ്ട്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും പല തൊഴിൽ എന്താ പറയുക ലാബർ ക്യാമ്പുകളിലൊക്കെ സുബൈറിന്റെ കൂടെയൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. പലപ്പോഴും അതെനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്ത പല സ്ഥലങ്ങളിലും സുബൈറൊക്കെയും ബഷീറൊക്കെ അവരും വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇനിയും തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പിന്നീട് കൂടുതൽ എനിക്കത് അധികം സാധിച്ചിട്ടില്ല. എന്തായാലും ഷിബുവിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ ഇനി മുന്നോട്ട് വരണം. ഇതില് പ്രധാനമായിട്ട് നമ്മൾ അവസാനം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി, അവസാനമായിട്ട് നമ്മൾ ഇടപെട്ടത് എന്ന് പറഞ്ഞാല് ബഹ്റൈനിലെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ അനുഭവിച്ച ഒരു ദുരിതമായിരുന്നു തിരിച്ചുവരവിനെ സംബന്ധിച്ച്. തിരിച്ചുവരവില് ആദ്യത്തെ വന്ദേ ഭാരത് മിഷൻ വിമാനങ്ങളിൽ കുറച്ച് ആളുകൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് വലിയൊരു ചർച്ചയായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ആളുകൾക്ക് വരാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം വന്നപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ അംബാസഡർ വന്നു. ആദ്യം തന്നെ അദ്ദേഹം എയർ ബബിൾ കരാറ് പ്രാവർത്തികമാക്കുന്നതിൽ അദ്ദേഹത്തെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റും. അദ്ദേഹം അത്രമാത്രം ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ അത് പ്രാവർത്തികമായപ്പം സ്വാഭാവികമായും വലിയൊരു സ്റ്റെക്ക് അതിൽ വന്നു. സ്റ്റെക്ക് വന്നപ്പം ആളുകൾക്ക് ഭീമമായ തുക കൊടുക്കേണ്ടി വന്നപ്പോൾ നമ്മൾ ഇവിടുത്തെ അധികാരികളെ എങ്ങനെ സമീപിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം ഒരു കൂട്ടായ്മ എല്ലാ സംഘടനകളുമായിട്ട് ആലോചിച്ചിട്ട് ഒരു ഇതിലെത്തി. കാരണം യാത്രാ ദുരിതം ആണല്ലോ പ്രധാനപ്പെട്ട. ആളുകൾക്ക് വിസ കഴിയുന്നു, കുറെ ആളുകൾ എന്താ പറയാ മരിച്ചു പോകുന്നതിന് തുല്യമാണ്. ജോലി നഷ്ടപ്പെടുന്നു, വിസ നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു ചോദ്യം ചിഹ്നമായി മുമ്പോട്ട് വന്നപ്പോൾ അതിനെ സഹായിക്കാനുള്ള നമ്മുടെ ഇവിടുത്തെ ടൂറിസം ആൻഡ് കോർഡിനേഷന്റെ ചെയർമാനായ ജിഹാദ് അമീൻ അടക്കം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MP അൽബന്നായി അടക്കമുള്ള ആളുകളെ കാണുകയും ഇവിടുത്തെ ബഹുമാനപ്പെട്ട ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ടീമിനെ കാണുകയൊക്കെ ചെയ്തപ്പം അതിനൊരു വലിയ ഇടപെടൽ. അതിൽ മാധ്യമത്തിന്റെ പങ്ക് വളരെ വലുതാണ്. മാധ്യമം വളരെ കൃത്യമായ ഇടപെടൽ അതിൽ നടത്തിയിട്ടുണ്ട്. മാധ്യമം എന്ന് ഉദ്ദേശിക്കുന്ന ഒറ്റ ഒരു ഗൾഫ് മാധ്യമം മാത്രമല്ല, ഗൾഫ് മാധ്യമം അടക്കമുള്ള മൊത്തത്തിലുള്ള മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ അടക്കമുള്ള നമ്മുടെ സഹോദരങ്ങൾ വലിയ ഇടപെടൽ നടത്തിയതിന്റെ ഫലമായിട്ട് അത് ഇന്ന് വളരെ കൃത്യമായ രീതിയിലേക്ക് വന്നിരിക്കുന്ന ഭാഗ്യവശാൽ ഈ മാസം 1-ാം തീയതി മുതൽ അത് വളരെ സുതാര്യമായി ചെറിയ നിരക്കിന് ആളുകളെ പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് നമുക്ക് ആളുകളെ അയക്കുന്ന നമ്മൾ ഏകദേശം ഒരു വിമാനത്തിന് തത്തുല്യമായ ആളുകളെ പല വിമാനങ്ങളിലായിട്ട് അയക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം വിമാനത്തിൽ തന്നെ 32 ആളെ സൗജന്യമായിട്ട് അയക്കാൻ പറ്റും നമ്മുടെ വിമാനത്തിൽ തന്നെ. അതിനുശേഷം 12ഓളം വീൽ ചെയറിൽ അതായത് അൺകോൺഷ്യസ് ആയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി കഴിയാത്ത 12ഓളം ആളുകളെ നമുക്ക് ആ നടപടിക്രമം പൂർത്തിയാക്കി. കാരണം മെഡിക്കൽ സംവിധാനമല്ലോ. അതുപോലെ തന്നെ സ്ട്രക്ചർ യാത്രക്കാർ, അതിൽ നമ്മുടെ ആ സ്ട്രക്ചർ യാത്രക്കാരെയൊക്കെ അയക്കുന്നതിൽ നമ്മുടെ നിസാർ കൊല്ലൊക്കെ വലിയ സംഭാവനയാണ് നമുക്ക് നിർവഹിച്ചു തന്നിരിക്കുന്നത്. എല്ലാ സാമൂഹിക പ്രവർത്തകരും ഇപ്പം ഒരാൾ മരിച്ചപ്പോ ചമ്പൻ ജലാലിലെ നാസർ മഞ്ചേരി ഇവരെല്ലാം ഒരു കൂട്ടായ KTC അടക്കമുള്ള ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് എല്ലാ നന്മമരങ്ങളെയും ഏകോപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ബഹ്റൈൻ കേരള സോഷ്യൽ ഫോറം കമ്മ്യൂണിറ്റി ഹെൽപ്പ്. പിന്നെ വാക്സിനേഷൻ കൊടുക്കുന്നതിൽ ഇപ്പം ബഹ്റൈൻ പ്രതിഭന്റെ നേതൃത്വത്തിൽ P. ശ്രീജിത്ത്, നമ്മുടെ കൂട്ടായ്മ നിങ്ങൾ ഗംഗന്റെ പേര് പറഞ്ഞല്ലോ, ഗംഗൻ, പിന്നെ അതുപോലെ തന്നെ സാദത്ത്. ഇപ്പൊ അതിൽ നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സഹപ്രവർത്തകനായ ഒരു സഹോദരൻ അൺകോൺഷ്യസ് ആയി ഇന്ന് സൽമാനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ സഹോദരന്റെ യാത്രക്ക് വേണ്ടി ഇപ്പം ബഷീർ അമ്പലായും ആണ് അതിന് മുൻകൈ എടുത്ത് കാര്യങ്ങൾ നീക്കുന്നത്. ഞാനടക്കമുള്ള ആളുകൾ അതിന്റെ മെഡിക്കൽ സംവിധാനം നിസാർ കൊല്ലമാണ് അത് ഏകോപിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബ സുഹൃത്ത് അനസ് അടക്കമുള്ള സിയാദ് ഏഴംകുളം അടക്കമുള്ള ആളുകൾ അതിനെ ഏകോപിപ്പിച്ച് എന്തായാലും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ
വലിയ സങ്കടകരമായ ഒരു അവസ്ഥ. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ ഒരു അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുകയും അദ്ദേഹത്തിന്റെ തുടർച്ചകൾ, അദ്ദേഹത്തിന്റെ ജീവൻ നിലനിർത്താനുള്ള സംവിധാനത്തിനോട് ഏതറ്റം വരെ പോകാൻ വേണ്ടി നമ്മൾ തയ്യാറായി നിൽക്കണം. അതിനുവേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഞങ്ങൾ പിന്നെ ചെയ്തു കൊടുക്കാൻ ആ കുടുംബവുമായി ദൈനംദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതിൽ നേതൃത്വപരമായ പങ്ക് നമ്മുടെ അമ്പലായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീൽ ചെയറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ BKSFന്റെ വീൽ ചെയർ പലരും ഉപയോഗിച്ചു എന്നുള്ളത് വളരെ മറ്റുള്ള മെഡിക്കൽ ഉപകരണം വീൽ ചെയറുകൾ അസുഖം ഭേദമായതിനെ തുടർന്ന് കൈമാറി പലരും പലരുടെ കൈകളിലെത്തിയത്. അല്ല, അതില് പ്രധാനമായിട്ടും നമ്മുടെ ഫ്രാൻസിസ് കൈതാരത്ത് ഒരു വീൽ ചെയർ നമുക്ക് തന്നില്ല. അപ്പൊ ആള് പേരെടുത്ത് പറയുന്നതിന് കുഴപ്പമില്ല. അതായത് ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് ആവശ്യമുണ്ട്, ഞാനിത് നാട്ടിൽ പോയിക്കാൻ എനിക്കിത് ഉപയോഗിക്കണം, ഞാൻ എടുത്തോട്ടെ, ആ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് പേർക്ക് ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു. അതുപോലെ തന്നെ ഒരു ചന്ദ്രൻ കുനിയിൽ അവർക്ക് അത് മാത്രമല്ല, ഈ മോഹസിൻ ചികിത്സ ഇപ്പം സഹായ സമിതിയിൽ നിന്നും കുറച്ച് തുക മാറ്റിവെച്ച തുകയിൽ നിന്നും നമ്മൾ അയച്ച ആളുകൾക്ക് നമുക്ക് അതിലൂടെ സഹായം ലഭ്യമാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു പ്രൊജക്ട് തന്നെയായിരുന്നു മോഹസിന്റെ, അല്ലെ? ദൗത്യം ഏറ്റെടുത്ത് നടത്തി മോഹസിന്റെ. എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം നട്ടലിന് ക്ഷതമേറ്റ് വീണത് മുതലുള്ള ഒരു കൈത്താൻ എന്ന് പറയുന്നത് അതിന് സാമൂഹ്യ സംഘടനകളുടെ പങ്ക് അതൊക്കെ ബഹ്റൈനിൽ മാത്രമേ നടക്കൂ രാജീവേ. അതുപോലെ തന്നെ നമ്മുടെ മോഹസിന്റെ ഇപ്പോ അസുഖം മാറിയതിനു ശേഷമുള്ള തീരുമാനവും വളരെ വളരെ ഒരു മാതൃകാപരമാണ്. തീരുമാനം എടുപ്പിക്കാനുള്ള നമ്മുടെ കൂട്ടായ പിന്നെ ആളുകളുടെ കഴിവും. അതെ, തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് മഹാമാരിയിൽ നമ്മുടെ പിന്നെ ചിത്രയിലെ ഒരു സഹോദരന് പിന്നെ ബിൽഡിങ്ങിന്റെ മേലിൽ നിന്ന് വീണിട്ട് ഒക്കെ എടുക്കായിരുന്നു. അദ്ദേഹത്തെ പിന്നെ കൊണ്ടുപോകാനൊക്കെ നമുക്ക് വലിയ രീതിയിലൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞ അമൽദേവ് നിങ്ങളും ആദ്യം പോയി സന്ദർശിച്ചു. ഞാനും ഹാരിസ് പഴയങ്ങാടി അത് വികാസിന്റേത് അതൊക്കെ നാട്ടിലെത്തി. അദ്ദേഹം അതായത് സ്വന്തം നിലക്കുള്ള ഏർപ്പാട് തുടങ്ങി. 1.5 മാസക്കാലം അദ്ദേഹത്തെ നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ച് ഇങ്ങനെ ഇവിടെ 5 മാസമായി സ്ഥിരമായിട്ട് താമസിപ്പിച്ചും ഭക്ഷണം കൊടുത്തിവിടെ അടുത്ത ആഴ്ച അയാൾ പോകാൻ വേണ്ടി പോവാണ്. നോർക്ക് അൽപ്പഡസ്കിലൂടെ വന്ന അദ്ദേഹത്തെ നമ്മള് പിന്നെ ഭക്ഷണം കൊടുത്തു. BKSF ആണ് ഭക്ഷണം മറ്റു കാര്യങ്ങളൊക്കെ നിർവഹിച്ചത്. പിന്നെ ഈ ഭക്ഷണ കിറ്റ് തന്നതിന്റെ കാര്യത്തിൽ 2 ആളുടെ പേരുകൾ വിമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം നമ്മുടെ ഈ ക്യാപിറ്റൽ ഗവർണറേറ്റിന്റെ ഡയറക്ടർ അംഗം കൂടിയായിട്ടുള്ള യൂസഫ് ലോറി, അതിന് കോർഡിനേറ്റ് ചെയ്ത് തന്ന നമ്മുടെ ആന്റണി പൗലോസ്, തീർച്ചയായും അവരൊന്നും നമ്മൾ ബഹ്റൈനിലെ മൊത്തം പിന്നെ സംഘടനകളെ അദ്ദേഹം അതെ കോർഡിനേറ്റ് ചെയ്തു. നാസർ മഞ്ചേരി എത്തിയിട്ടുണ്ട് ഷോയിലേക്ക്. ഏതായാലും നാസർ മഞ്ചേരി നിയമപരമായ നിയമപരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും എല്ലാ സംഘടനകളും പക്ഷെ അദ്ദേഹം ഒരു തവണ നമ്മുടെ 1-2 തവണ നമ്മുടെ ക്യാമ്പിൽ നമ്മുടെ ഈ പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിൽ വന്നു. പക്ഷെ അവർക്ക് അവരുടെ ജോലി വലിയ ഒരു അദ്ദേഹത്തോട് നമ്മൾ പറയില്ല. അദ്ദേഹം പക്ഷെ വേറെ ഫോട്ടോത്തിനോ മറ്റേതിനൊന്നും നിൽക്കാറില്ല. അതെ അതെ, എയർപോർട്ട് സംവിധാനത്തിനായി കഴിഞ്ഞാലും എല്ലാത്തിനും വലിയ സഹായം അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. BKSFന്റെ മറ്റൊരു പ്രവർത്തകൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമലൈക്കും, നമസ്കാരം ടു ഓൾ. ഈ മഹാമാരി താണ്ഡവമാടിയപ്പോൾ ഒരു മടിയും കൂടാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയായിരുന്നു BKSF. അതിന് നേതൃത്വം കൊടുക്കുന്ന കണ്ണൂർ സുബൈർ, ബഷീർ അമ്പലായി, നജീബ് കടലായി, ഹാരിസ് പയങ്ങാടി, തുടർന്നുള്ള വളണ്ടിയേഴ്സ് ടീം അംഗങ്ങളും ഒരു മടിയും കൂടാതെ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഭക്ഷണ വിതരണവും കിറ്റ് വിതരണവും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, എയർപോർട്ട് സർവീസ് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും നമ്മളുടേതായ ഒരു കയ്യൊപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പ്രവർത്തിച്ച, ഇതിൽ സഹായിച്ച എല്ലാവർക്കും BKSFന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ അവസരം ഒരുക്കി തന്ന റേഡിയോ രംഗിനും നമ്മുടെ ഹൃദയത്തിന്റെ തട്ടിൽ നിന്ന് ഒരു നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സലീം, കണ്ണൂർ. വന്നവരെക്കാൾ ഇനിയും വരാനുള്ളവർ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സമയം അതിന് അനുവദിക്കുന്നില്ല. എല്ലാവരും ക്ഷമിക്കുക. BKSFൽ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? BKSFൽ 32 വളണ്ടിയർമാർ. പക്ഷെ ഏകദേശം 100-300 ആള് നമ്മുടെ പൊതുഗ്രൂപ്പിലുണ്ടല്ലോ.
ഭൂരിഭാഗം പേരെയും എനിക്ക് കൊണ്ടുവരാൻ അതിൽ വളരെ എനിക്ക് ഏറ്റവും പ്രചോദനമായത് ഇപ്പൊ അടുത്ത ദിവസം പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷന്റെ ഒരു പരിപാടിക്ക് പോയപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് അംഗമാണ്, ഇങ്ങനെ വർഗീസ്, ഞാൻ പിന്നെ BKSFലെ പിന്നെ അംഗം, അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം അപ്സര മൊയ്തീൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പിന്നെ സഹപ്രവർത്തനം ബിസിനസ് ഫോറത്തിലുള്ള എന്നോട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെ രാഷ്ട്രീയ അതിപ്രസരം നിർത്തണം, ഇങ്ങനെ അപ്പൊ നിങ്ങളും അമ്പലായി എങ്ങനെ ഒത്തുപോകുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ശക്തി. പല സൂം മീറ്റിങ്ങുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് അസോസിയേഷന്റെ ഒരു സൂം മീറ്റിംഗ് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റു ചില സംഘടനകളുടെ സൂം മീറ്റിംഗ് ക്ഷമിക്കണം, ഇവരും പല മീറ്റിങ്ങുകൾക്കും എത്താനിരുന്നതാണ്. നമ്മള് ഫ്രണ്ട്സ് അസോസിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ KC അല്ലേ, വിനി ക്രിസ്റ്റിയും ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ നദിവിയും ജമാൽ നദിവിയും സയ്യിദ് റമദാൻ നദിവിയും എല്ലാം ഇന്ന് വിളിച്ചതാണ്. രണ്ടുപേരോടും നമ്മൾ പങ്കെടുക്കുന്ന ഏതായാലും പ്രധാനമന്ത്രിയുടെ അനുശോചനം നമ്മളെല്ലാ മേഖലയിലും അറിയിച്ചതാണ്. അപ്പം അദ്ദേഹത്തോടുള്ള ഒരു കടപ്പാട് നമുക്ക് എപ്പോ ഉണ്ടല്ലോ. ഇനി ഒരാൾ കൂടി കാത്തു നിൽക്കുകയാണ്, നമ്മുടെ മുസ്തഫ കുന്നുമ്മൽ. നമസ്കാരം, ഞാൻ മുസ്തഫ കുന്നുമ്മൽ. 2019 അവസാനം 2020 ആദ്യമായി തുടക്കത്തിലും ലോകത്തെ ഗ്രസിച്ച കോവിഡ് മഹാമാരി സമാനതകളില്ലാത്ത നാശം വിതച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കൊച്ചു രാജ്യത്ത് ബഹ്റൈനിൽ BKSF എന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ, പ്രത്യേകിച്ച് ഒരു ഒഫീഷ്യൽ ചട്ടവട്ടങ്ങളുടെ അകത്ത് ഒതുങ്ങി നിൽക്കാതെ 30 പേരടങ്ങുന്ന വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വളണ്ടിയേഴ്സ് അന്നവും ജോലിയും നഷ്ടപ്പെട്ട് ബഹ്റൈനിൽ ബുദ്ധിമുട്ടിയ പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, താമസം, കോവിഡ് ടെസ്റ്റിനുള്ള സൗകര്യങ്ങൾ മറ്റെല്ലാം ഒരുക്കി കൊടുത്തുകൊണ്ട് രാവും പകലുമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ നേതൃപരമായ പങ്കുവഹിച്ച സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി, ഹാരിസ് പഴയങ്ങാടി, നജീബ്, മറ്റുള്ള എല്ലാവരും രാവോ പകലോ ഭേദമന്യേ യാതൊരുവിധ പക്ഷപാതവും കാണിക്കാതെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിന്ന് അവരുടെ കൈപിടിച്ച് അവരെ ഊട്ടി എന്നുള്ളതാണ് BKSFന്റെ ഒരു പ്രത്യേകത. അതിൽ ഏറ്റവും ശ്ലാഘനീയമായ പങ്കുവച്ച സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി, ഇതുപോലുള്ള നേതാക്കളെ ശരിക്കും സമൂഹത്തിനു മുന്നിൽ ഉയർത്തി കാണിക്കപ്പെടേണ്ടതാണ്. റേഡിയോ റാഞ്ചിലൂടെ, FB ലൈവിലൂടെ ഇതുപോലൊരു പദ്ധതിയുമായി മുന്നോട്ട് വന്ന് രാജീവ് വെള്ളിക്കോത്ത്, അതിന്റെ അണിയറ ശില്പികൾക്കും എല്ലാവിധ നന്മയും ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ ഒരു ഉദ്യമത്തിന്റെ ആശംസ അർപ്പിക്കാൻ സാധിച്ചതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി മുസ്തഫ. ഇനിയും ഒരുപാട് മുസ്തഫമാര്, നൗഷാദുമാര്, ഗംഗൻ, അങ്ങനെ ഒരുപാട് പേര് ഇനിയും കിടക്കുകയാണ്. പക്ഷെ നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും നമുക്ക് ഷോയുടെ റേഡിയോ റങ്ക് ഏതായാലും ഇത്തരം ഒരു പരിപാടിയിലൂടെ ഞങ്ങള് കാണുന്നത് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന അവരെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് നിങ്ങൾ ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം ഇത്രയും ആളുകളെ നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവരുടെ മനം നിറയുന്ന ദിവസമായിരിക്കും. കാരണം അവര് ഒരു സമർപ്പിത മനസ്സുമായി ഇത്തരം ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടപ്പോൾ അവരൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഈ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രചോദനമാണ്. തീർച്ചയായും നിങ്ങളെപ്പോലുള്ള ഒരു സാമൂഹ്യ മനസ്സുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുമ്പോൾ സമൂഹത്തിൽ, അതിപ്പോ ലോകത്തെമ്പാടുമുള്ള നിങ്ങളുടെ പ്രേക്ഷകർ കാണുമല്ലോ,
അങ്ങനെ ഇതിങ്ങനെ കണ്ണിയായി ഇത് എപ്പോഴും ഇന്നത്തെ മഹാമാരി നമ്മളെ പഠിപ്പിച്ച ഒരു പ്രത്യേക സംവിധാനം, ആധുനിക ടെക്നോളജി എങ്ങനെ മനുഷ്യരിൽ എത്തിക്കാൻ വേണ്ടി കിട്ടും. മനസ്സകന്നാൽ മനസ്സ് ഒരുമിച്ചുകൊണ്ടും ശരീരം അകന്നുകൊണ്ടാണല്ലോ ഇന്നത്തെ പരിപാടി മുഴുവൻ. ബഹ്റൈനിൽ അത് വളരെ കൃത്യതയോടുകൂടി നമ്മുടെ പ്രവാസി സമൂഹം അത് യാഥാർത്ഥ്യമാക്കി എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് അതായത് ഈ കാലഘട്ടത്തിലും ജീവിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ഏതായാലും തിരക്കുകൾക്കിടയിൽ ഒരാൾ കൂടി വന്നെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ അൻവർ ശൂരനാട്. അൻവർ ശൂരനാട് എപ്പോഴും തിരക്കിലാണ്, എങ്കിൽ പോലും സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമാണ്. അൻവർ ശൂരനാടിനെ സ്വാഗതം ചെയ്യാം. അൻവർ ആദ്യം തന്നെ ഇന്നത്തെ ഈ ലൈവ് പ്രോഗ്രാമിൽ BKSFന് ഒരു പ്രോഗ്രാമിൽ എല്ലാവർക്കും തന്നെ ഒരു അവസരം ഒരുക്കി തന്ന റേഡിയോ റേഞ്ചിന്റെ ഭാരവാഹികളോട് നമ്മൾ ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. വളരെ ഒരു സന്തോഷവാനാണ്. BKSFന്റെ ഈ ഒരു പ്രവർത്തനങ്ങളിൽ എനിക്കും പങ്കാളിത്തം വഹിക്കാൻ ഒരു അവസരം കിട്ടിയതിൽ ഞാനും വളരെയധികം സന്തോഷവാനാണ്. നമ്മുടെ നേതൃത്വം നിരയായ സുബൈർ കണ്ണൂർ, ബഷീർ അമ്പലായി, നജീബ് കടലായി, ഹാരിസ് പഴയങ്ങാടിയുടെ നേതൃത്വത്തിൽ BKSF കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്ക് നടത്തിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുണ്ട്. അതിലൊന്ന് ഞാൻ തന്നെ പറയാം. ഈ കോവിഡ് എന്ന മഹാമാരിയിൽ റംസാന് നമ്മൾ BKSF കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്ക് ലൈവ് ഫുഡ് കൊടുത്ത ആ ഒരു രംഗമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരുന്നത്. ഈ അത്രയ്ക്കും ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ബഹ്റൈനിലെ 4 മേഖലകളിലും ലൈവ് ഫുഡ് കൊണ്ടു കൊടുക്കാൻ BKSF കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്കിന് സാധിച്ചു. അതിൽ ഞാനും ഒരു പങ്കാളിത്തം വഹിച്ച ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. എന്തായാലും തുടർന്നും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ നേരുന്നു. വളരെയധികം സന്തോഷം. ഈ റേഡിയോ FM-ൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ ക്ഷണിച്ചതിൽ ഇതിന്റെ റൂമിനോട് പ്രത്യേകം ഞങ്ങളുടെ BKSF കമ്മ്യൂണിറ്റിയുടെ പേരിലും എന്റെ വ്യക്തിയുടെ പേരിലും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അൻവർ പലപ്പോഴും തിരക്കിട്ട ജോലി തിരക്കിനിടയിലും വ്യക്തിപരമായി പലരുടെയും ഈ പലപ്പോഴും ആവേശക്കാരനാണ്. പക്ഷെ ദുരിതങ്ങൾ നമുക്ക് പലപ്പോഴും അഭിമാനം കൊണ്ട് പുറത്തു പറയാത്ത പലരും ദുരിതത്താൽ കഴിയുന്നവർ, അവരെ അറിഞ്ഞ് വിളിക്കുന്നത് പലപ്പോഴും അൻവർ കാണിക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. എനിക്കത് നേരിട്ട് അറിയുന്ന ആളാണ്. BKSFന്റെ സഹായം അത്തരത്തിൽ അൻവർ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അറിയാം. അപ്പൊ ഏതായാലും നമ്മുടെ ശുഭാ രാജീവിനും നമ്മുടെ കൃഷ്ണക്കും ശ്രീഹരിക്കും ഫരീദക്കെല്ലാം നമ്മുടെ എന്താ പറയാ, നിങ്ങളൊരു കുടുംബം ഒന്നടങ്കം ഇത്തരം ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് ഇതും. സമൂഹത്തിൽ ഉയർത്തി കാണിക്കാൻ നിങ്ങൾ കാണിക്കണം. അതും ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നത് വീണാളെ ഉയർത്തുക എന്നുള്ളത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മുടെ അതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ സാമ്പത്തികമായി ചിലർ സഹായിക്കും, സാങ്കേതികമായി സഹായിക്കുന്നവരുണ്ടാവും. എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഇപ്പം മോർച്ചറിയിലുള്ള കാര്യങ്ങൾ ചില ആൾക്ക് പ്രത്യക്ഷത്തിൽ വന്ന് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള സാങ്കേതിക കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ നിങ്ങളുടെ ഈ നിങ്ങളും ഇതൊരു കൂട്ടായ പ്രവർത്തനം തന്നെയാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിന് BKSFന്റെ കടപ്പാട് എന്നും ഉണ്ടാവുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ സമർപ്പിത മനസ്സുള്ള നമ്മുടെ ഈ കൂട്ടായ്മയെ പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രമിച്ച നിങ്ങൾക്ക് ഞങ്ങൾ സംഘടനാപരമായിട്ടൊന്നും യാതൊരു വിധത്തിലും നമുക്ക് പ്രസിഡന്റ് ഇല്ല, സെക്രട്ടറി ഇല്ല, വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹാമാരിക്ക് പ്രത്യേക രൂപം കൊണ്ട ഈ ഹെൽപ്പ് ലൈനിനെ സഹായിക്കാൻ വന്ന മുഴുവൻ സുമനസ്സുകളെയും ഈ ഘട്ടത്തിൽ നമ്മളെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മളെ അത്രമാത്രം ഇപ്പൊ എന്നെയും അമ്പലായും വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് വിളിച്ച് സഹായഹസ്തമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ സേലിന്റെ കാര്യത്തിലായി കഴിഞ്ഞാലും മറ്റു കാര്യത്തിലായിക്കഴിഞ്ഞാലും നമ്മൾ നിശബ്ദമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ പ്രവർത്തനത്തിനെല്ലാം വലിയ മുതൽക്കൂട്ടായിട്ട് ബഹ്റൈനിലെ പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒട്ടേറെ ആളുകൾ, ആ ആളുകളെല്ലാം ഹൃദയപൂർവ്വം നമ്മൾ സ്മരിക്കുകയാണ്. ഇപ്പം ഈ റേഡിയോ രംഗ് പോലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങൾ വാനോളം ഉയർന്ന് നിങ്ങൾക്ക്, അതായത് ബഹ്റൈനിൽ നമ്മുടെ സാമൂഹ്യ മേഖലയിൽ സമസ്ത മേഖലകളിലും സഹജീവികളെ സഹായിക്കാനും അതുവഴി നിങ്ങളുടെ കൃത്യ നിർവഹണം നടത്താനുള്ള എല്ലാ കഴിവും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുകയും ചെയ്യുക. കലാപരമായി ശ്രീ രാജീവ് ഒരു നല്ല ഒരു
എല്ലാ ഗായകനും എല്ലാം എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി അറിയാവുന്ന കാര്യമാണ്. റേഡിയോ രംഗിന്റെ പല പരിപാടികളും വീക്ഷിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അതേസമയം താങ്കൾ വ്യത്യസ്തമായി ഇന്ന് സാമൂഹ്യ സേവന രംഗത്തുള്ള വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അത് ബഹ്റൈനിലെ അല്ലെങ്കിൽ ലോകത്തെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തത് അത് വലിയൊരു നന്മയുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇവിടെ ഇരിക്കുന്നതല്ല, അത് ആര് തന്നെ ആയിരുന്നാലും ശരി. പക്ഷേ ഇത് ഒരു വലിയ മാത്രമായിട്ടുള്ള കാര്യമാണ് താങ്കൾ ചെയ്തത്. കാരണം എന്താണ് നമ്മുടെ കോവിഡ് മഹാമാരിയിൽ പ്രത്യേകിച്ച് ഒരു കൂട്ടായ്മക്ക് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ളത് താങ്കൾ ആ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് ഇത്തരമൊരു വേദി ഒരുക്കി തരാൻ താങ്കൾ കഴിഞ്ഞത്. എന്തായാലും ആ ഒരു വിഷയത്തിൽ താങ്കൾ കുടുംബസമേതം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ ഒരു വിരുന്നിന് അങ്ങേയറ്റം കടപ്പാടുണ്ട്. BKSFന്റെ പേരിലും ഞങ്ങൾ രണ്ടുപേരുടെയും പേഴ്സണലായിട്ടും ഇവിടെ അർപ്പിക്കുകയാണ്. ശ്രീ സുബൈർ കണ്ണൂരും ശ്രീ ബഷീർ അമ്പലായി ഇവർ രണ്ട് വ്യക്തികളല്ല, മറിച്ച് ഒരു വലിയ നന്മ മരത്തിന്റെ താങ്ങും തണലുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരെ പ്രത്യേകിച്ച് ഇവിടെ ക്ഷണിച്ചുവെങ്കിലും ഈ ക്ഷണം BKSFിലെ ഓരോ അംഗങ്ങൾക്കും ഉള്ളത് തന്നെയാണ്. പലരെയും എനിക്ക് നേരിട്ട് വിളിച്ചു പറയാൻ ഇന്ന് സമയം ലഭ്യമായിട്ടില്ല. എന്റെ ഓർമ്മയിലുള്ള ഒരുപാട് പേർ ഇനിയും നമ്മുടെ ഈ കൂട്ടായ്മയിലേക്കും ഇന്നത്തെ പരിപാടിയിലേക്കും വരേണ്ടതായിരുന്നു. അങ്ങനെ ആരെങ്കിലും വിളിക്കാൻ മനഃപൂർവ്വം ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ അത് സദയം മനഃപൂർവ്വം മറന്നതല്ല, അങ്ങനെ വിളിക്കാൻ വിട്ടിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ റേഡിയോ രംഗിന് വേണ്ടി ഒരു വലിയ സോറി പറയുകയാണ്. കാരണം എനിക്ക് ഇപ്പോൾ തന്നെ അമൃതേവ് അടക്കമുള്ളവരെയൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിന്ന് ഓരോരുത്തരെ ഇങ്ങനെ വരികയാണ്. കാരണം ഈ നിത്യേനയുള്ള ഈ വാർത്തകളും അല്ലെങ്കിൽ അതുപോലുള്ള പരിപാടികൾക്കിടയിൽ എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ കുറച്ചുപേരെ എനിക്ക് ഇതിലാരും ഭാഗവാക്കാൻ എല്ലാവരും നമ്മളെ ഗ്രൂപ്പിൽ ഒരു സാമൂഹ്യ പ്രവർത്തകൻ നമ്മൾ വിട്ടുവരുന്ന അഷ്കർ പൂഴിത്തല, നമ്മുടെ പ്രധാനമായിട്ടുള്ള നമ്മുടെ ക്യാമ്പില് ക്ഷമിക്കാനുള്ള മനസ്സിന്റെ എനിക്കറിയാം. കാരണം അഷ്കർ ഞാൻ നേരിട്ട് നടത്തിയ പല വാർത്തകൾക്കും എനിക്ക് സ്പോട്ട് റെസ്പോൺസ് എന്നൊരു വ്യക്തിയാണ് അസ്കർ. ഞാൻ അസ്കറിനെ രാവിലെ എന്തോ വിട്ടുപോയി. അല്ല, അദ്ദേഹം അതായത് ഈ സിത്ര ക്യാമ്പിൽ സാധനം കൊണ്ടെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയായിട്ട് സഹകരിച്ചിട്ട് ഇപ്പൊ മറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഇടപെടൽ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഒരു തുറന്നു പറച്ചിലിന്റെ ഒരു വ്യക്തിത്വമാണ്. എന്തും ചിലപ്പോ ചില ആൾക്കാരോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷെ അസ്കർ അത് ഉള്ളിലൊന്നും വെച്ചിട്ട് പറയുന്നതല്ല. നല്ല തുറന്നൊരു മനസ്ഥിതിയുള്ള ആളാണ്. നല്ലൊരു സാമൂഹിക പ്രവർത്തകന്റെ മനസ്സുള്ള ഒരാളാണ് അസ്കർ. ഇടപെട്ട ഒരു 2-3 കേസുകൾ എനിക്ക് നേരിട്ട് ഞാൻ പത്രപ്രവർത്തന രംഗത്ത് എനിക്ക് സഹായമായിട്ടുണ്ട്. അപ്പൊ അസ്കർജി, അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ അശരണ വീഥിയിലെ നന്മമരം എന്ന ഈ പരിപാടി ഇന്ന് എനിക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായത്തോടെ തന്നെയാണ്. എന്തായാലും ഭാവിയിൽ ഇത്തരം ഒരു പരിപാടി നടത്തുവാനുള്ള പ്രചോദനം നിങ്ങൾ ഉണ്ടാക്കി തരുമെന്ന വിശ്വാസത്തോടെ റേഡിയോ രംഗിന്റെ എല്ലാ ശ്രോതാക്കൾക്കും BKSFന്റെ അതുപോലെ ഈ ഒരു നന്മ മരത്തിന്റെ കൂട്ടായ്മയായി നിൽക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി റേഡിയോ രംഗിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലുള്ള പരിപാടികൾ ചെയ്യാൻ റേഡിയോ രംഗിന് സാധ്യമാകും, നിങ്ങളുടെ ഒക്കെ സഹായമുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ഒരിക്കൽ കൂടി ഈ സ്റ്റുഡിയോയിൽ തിരക്ക് പിടിച്ച പ്രവർത്തനങ്ങൾക്കിടയിലും അല്ലെങ്കിൽ ഔദ്യോഗികമായ കൃത്യനിർവഹണത്തിനിടയിലും ഇവിടെ എത്തിയ പ്രവാസി കമ്മീഷൻ അംഗം സുബൈർ കണ്ണൂർ, അതുപോലെ സാമൂഹ്യ പ്രവർത്തകൻ രക്ഷാധികാരി BKSFന്റെ രക്ഷാധികാരി, നിങ്ങൾ രണ്ടുപേരും രക്ഷാധികാരികളാണല്ലോ, അതുകൊണ്ട് അത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല. ബഷീർ അമ്പലായിക്കും പ്രത്യേക നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഷോ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. രാജീവ് വെള്ളിക്കോ, നന്ദി, നമസ്കാരം. താങ്ക് യു. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാം പവിഴക്കരയും താണ്ടി നാദരാഗമായി റേഡിയോ
color your